ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ആയിരിക്കുന്നത് കേട്ടോ. നമ്മൾ പി പി ടി ഉപയോഗിച്ചും അതുപോലെ നമ്മുടെ ലൈവ് ഡെമോയും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടക്കുക. സോ നിങ്ങൾ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര പേര് ഈ MSME അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സ്, ചാറ്റ് ബോക്സ് ഒന്ന് ഉപയോഗിക്കാം. നമ്മളൊരു ഇൻട്രാക്റ്റീവ് സെഷൻ കൂടി ആഡ് ഓൺ ചെയ്തായിരിക്കും ഈ ഒരു ക്ലാസ് പോവുക. ഓക്കെ, സോ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ മെസ്സേജുകൾ ഇവിടെ വേണം, അപ്പോൾ എനിക്ക് കൂടുതൽ റെസ്പോണ്ട് ചെയ്യാൻ കഴിയും. നമുക്കറിയാം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കാണ് AI, അല്ലേ? ഓക്കെ, താങ്ക് യു. നിങ്ങൾ എല്ലാവരും ലൈവിൽ ഉണ്ടാകുക. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജസ് പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു. ശരിക്കും നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ സാധ്യതയുള്ള ഒരു വിഷയമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഏതാണ്ട് എല്ലാ മേഖലകളിലും അനുദിന ജീവിതത്തിലെ എല്ലാ മേഖലകളിലും തന്നെ AI ഒരു ഇമ്പാക്റ്റ് വളരെ വലിയ രീതിയിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇനി നമ്മൾ മുന്നോട്ട് പോയേ മതിയാവും. മറ്റുള്ളവർ ചെയ്തിരുന്ന കൺവെൻഷണൽ രീതികളെല്ലാം തന്നെ AI സ്വിച്ച് ചെയ്യുന്ന കാലമാണ്. ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഗവൺമെന്റിന്റെ മറ്റു മേഖലകളായിക്കോട്ടെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് തുടങ്ങി ഏതൊരു മേഖലയിലേക്കും AI ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ AI എന്നത് നമുക്ക് പല മേഖലകളിലൂടെ പഠിക്കാൻ കഴിയും. AI ഫോർ ബിസിനസ് ഉണ്ട്, AI ഫോർ ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ AI ഫോർ സ്റ്റുഡൻസ് ഉണ്ട്, മീഡിയ പ്രൊഡക്ഷൻസ് ഉണ്ട്. എന്നതുപോലെ തന്നെ AI ഫോർ MSME ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ MSME എന്ന് ആ വേർഡ് അറിയാവുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ അതിന്റെ എന്താണ് MSME എന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ജസ്റ്റ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി എനിക്ക് ആവശ്യമാണ്. എന്താണ് MSME? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, പല പേരുകളും പരിചിതമായതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ഓക്കെ, എനിവേ നമുക്ക് നമ്മുടെ PPT കൂടി ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഒരു ഇൻട്രാക്ഷൻ കിട്ടും. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. ഓക്കെ, താങ്ക് യു. പ്രസന്റേഷൻ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. കാണുന്നുണ്ട്. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു വിഷയത്തെ ഇന്നൊന്നും പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് കഴിയുന്നത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിക്കാൻ കഴിയും. ഓക്കെ, MSME ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് MSME എന്നുള്ളത് ജസ്റ്റ് കണ്ടു, അല്ലേ? നമുക്കറിയാം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇന്ന് AI ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ഇന്ന് ഈ ഒരു കാര്യത്തെ, അതായത് AI എന്ന സാങ്കേതിക വിദ്യയെ അവരവരുടെ മേഖലകളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കൂടുതൽ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു സെഷൻ കേൾക്കുമ്പോഴും നമുക്കറിയാം 2 മണിക്കൂറോളം നമ്മൾ കടന്നു പോകുന്ന ഒരു സെഷനാണ്. ഓരോ വിഷയത്തെക്കുറിച്ച് 15 മിനിറ്റോളം നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഫൈനൽ സെഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, ഒരു Q&A സെഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ചോദിക്കാനുള്ള സംശയങ്ങൾ ഇടയ്ക്ക് ചോദിക്കാതെ എന്ത് ചെയ്യാം, നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് സംസാരിക്കാൻ കഴിയും. സോ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. AI എന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് MSME എന്ന് പറയുന്നതിൽ എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ മേഖലയിലും അവരവരുടെ പ്രൊഫഷനോട് ബന്ധപ്പെട്ടോ അവരുടെ സെക്ടർ, അതായത് ബിസിനസ്, പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ എന്തോ ആയിക്കൊള്ളട്ടെ, ആ മേഖലയിൽ എങ്ങനെ കൂടുതൽ AI ഒപ്റ്റിമൈസ്ഡ് ആക്കാൻ കഴിയും, ഇതിനെക്കുറിച്ചാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം MSME എന്ന് പറയുന്ന വിഷയത്തിൽ ഇത് എത്രത്തോളം ഇൻവോൾവ് ആവുന്നുണ്ട്, അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുക. കാരണം ഇന്ന് ഓൺലൈൻ വെബിനാറുകളിലൂടെ പലപ്പോഴും ആളുകൾ AI എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും MSME പോലുള്ള ഒരു കാര്യത്തിലേക്ക് എങ്ങനെ AI ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മേഖലയിൽ ഇത് എങ്ങനെ പ്രായോഗികമാക്കാൻ കഴിയും, ഈ വിഷയത്തോട് ബന്ധപ്പെട്ടാണ് നമ്മളിത് ശ്രദ്ധിക്കുക.
പല വലിയ കമ്പനികളും അല്ലെങ്കിൽ ഹൈ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ ബിസിനസ് പ്രൊഫൈലിംഗ് ഹൈ പ്രൊഫൈലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സർവ്വസാധാരണമായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു ക്യാപിറ്റൽ മുടക്കിക്കൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് സംരംഭകരാണ്, ചെറുകിട സംരംഭകർ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് മുന്നോട്ട് വന്നേക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് AI ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള കുറേ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ എങ്ങനെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും? ഇനി അതുപോലെ നമ്മൾ കേൾക്കുന്ന പല ആളുകളും പറയുന്ന തെറ്റിദ്ധാരണകളുണ്ട്. AI എന്നത് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എന്നുള്ളൊരു നെഗറ്റീവ് അപ്രോച്ച്. ഇതെല്ലാം നമുക്കൊരു പരിധി വരെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ കൂടിയുള്ള ഒരു അവസരമാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ. ഞാൻ നേരത്തെ പറഞ്ഞു MSME എന്ന് പറയുന്നത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നതിൻ്റെ ചുരുക്കമാണ് അല്ലേ, MSME എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതിനകത്ത് കേരളത്തിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് വലിയൊരു വിഭാഗം തന്നെ ഈ ഒരു സെക്ടറിലാണ് ഇപ്പോഴും ബിസിനസ്സുകൾ തുടങ്ങിയിരിക്കുന്നതോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതോ. ചെറിയ കടകൾ അതിൽ വരും, ടൂറിസ്റ്റ് ബിസിനസ്സുകൾ വരും, റെസ്റ്റോറൻറ്റുകളെ, കാറ്ററിംഗ് യൂണിറ്റുകളെ, ഹാൻഡിക്രാഫ്റ്റ് യൂണിറ്റുകളെ, ബിസിനസ് സർവീസസ് കൊടുക്കുന്നവരെ, കൃഷിയുമായി ബന്ധപ്പെട്ട് അതായത് കാർഷിക സംരംഭങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം തന്നെ ഏതാണ്ട് ഈ MSMEയുടെ അണ്ടറിലാണ് ഇന്ന് പല ആളുകളും തുടങ്ങി വെച്ചിരിക്കുന്നുണ്ട്, ചെയ്തു പോരുന്നത്. ഇതുകൊണ്ട് തന്നെ ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകളിലേക്ക് ഈ ഒരു വിഷയം എത്തേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് AI എങ്ങനെ MSMEയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വിഷയത്തിലേക്ക് ഇന്ന് കയറുകയാണ് കേട്ടോ. കേരളത്തിലെ നമുക്കറിയാം ഈ ഒരു സിസ്റ്റത്തിലേക്ക് ആളുകളെ ഇന്ന് അവബോധം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു പൊതു അവയർനെസ് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഇത് കീട് പോലുള്ള സംവിധാനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു വിഷയവും അതിനോട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോവാണ്. MSMEയിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്ന ചില വിഷയങ്ങൾ, ഇതൊരു പ്രാക്ടിക്കൽ വെബിനാർ ആണ്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മളിവിടെ കാണിച്ചു തരുന്നുണ്ടാവും. ബിസിനസ്സിൽ എങ്ങനെ നമുക്ക് AI യൂസ് ചെയ്യാൻ കഴിയും, അതിൻ്റെ ചില റിയൽ എക്സാമ്പിൾസും ലൈവ് ഡെമോയും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു സെഷൻ പോവുക. കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും, കാരണം നമുക്കറിയാം 2 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു ടോപ്പിക് അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൈക്കുകൾ ഓഫ് ആണെന്നും അതുപോലെ താല്പര്യമുള്ളവർക്ക് നോട്ട് എടുക്കാനും ഒക്കെ ഉള്ളതായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. MSME ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഷോപ്പുകൾ വരും, അതുപോലെ ടൂറിസം വരും, അഗ്രികൾച്ചർ സർവീസസുകളെ, അതുപോലെ എന്താ പറയുക, ഒരു എന്താ പറയണ്ടേ, മൊത്തത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ സംരംഭങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ സ്ക്രീനിൽ മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണേ. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനിടയ്ക്ക് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് മാറിപ്പോകും. അതുകൊണ്ട് ദയവായിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അഡ്മിൻസ് അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ. നമുക്കറിയാം MSMEയിൽ ശരിക്കും ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് ആവശ്യവുമാണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥ അനുസരിച്ച് ഇവിടെ നമ്മളെ MSME പോലുള്ള സംവിധാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക, കേരളത്തിൻ്റെതായ രീതിയിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നത്. സോ ഇവിടെ നമ്മളുടെ റോൾ എന്താണ്? ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എങ്ങനെ ഇത് പ്രായോഗികമാക്കാം എന്നുള്ളത് ചിന്തിക്കുക. അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനുശേഷം അതിനോട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനും കഴിയും. ഓക്കെ. സിമ്പിളായിട്ട് പറഞ്ഞാൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മൾ ഇന്ന് ആ വാക്ക് എടുക്കുന്നില്ല. കാരണം AI കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ കേൾക്കുന്നുണ്ട്, പല രീതിയിലുള്ള വിശദീകരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുക എത്രയേ ഉള്ളൂ, ഇത് നമ്മളെ സഹായിക്കുന്ന ഒരു സ്മാർട്ട് അസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ ജോലിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നേക്കുന്ന ഒരു അസിസ്റ്റന്റ് മാത്രമാണ് AI. അല്ലാതെ നമ്മൾ AI കുറിച്ച് ഒരുപാട് വിശദീകരിച്ച് ഇന്ന് പഠിക്കേണ്ടതില്ല. കാരണം എന്താ, അതിനല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് AI എന്താണെന്ന് അറിയാം, ഇന്ന് പല വാക്കുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പല കാര്യങ്ങളെയും ഇന്ന് ഈ AIക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഇവിടെ 2 കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന്, നിങ്ങളുടെ ബിസിനസ്സിന്റെ, അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ടാസ്കുകളെ ഓട്ടോമേറ്റ് ചെയ്യുക എന്നാണ്. ഓട്ടോമേഷൻ എന്ന് പറയും. ഒരുപക്ഷെ ഈ വാക്കുകൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കാം. എന്താണ് ഓട്ടോമേഷൻ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിശദീകരിച്ച് കേൾക്കും. ഇനി അതുപോലെ എന്താണ് ഇംപ്രൂവ്സ് ഡെസിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനമെടുക്കുന്നതിൽ കുറച്ചുകൂടി വ്യക്തത അല്ലെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആകും. നമുക്കറിയാം കൃത്യമായ തീരുമാനങ്ങളാണ് പലപ്പോഴും നമ്മുടെ ബിസിനസ്സിനെ എങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പൊ എന്ത് രീതിയിൽ മുന്നോട്ട് പോകണം, ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഡീഗ്രോത്ത് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് ബിസിനസ്സിൽ അഫക്റ്റ് ചെയ്യാന്ന് മനസ്സിലാക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. പലപ്പോഴും അതിൻ്റെ ഒരു ബിസിനസ് ഫോർകാസ്റ്റ് ഇല്ലാതെ പോകുന്നതിൻ്റെ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അത്തരം കാര്യങ്ങൾ ഡിലേ ആകുന്നത്. ഈ ഡിലേ എന്ത് പറ്റും,
നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ AI എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, AI എങ്ങനെയൊക്കെ മാറി ചിന്തിക്കുന്നുള്ളൂ നമുക്ക് ചിന്തിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്മാർട്ട് അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ബിസിനസ്സിൽ ഇത് അഫക്റ്റഡ് ആകുക. അതായത് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബേക്കറി നിങ്ങൾ നടത്തുന്നു. ബേക്കറിയോ നിങ്ങളുടെ ബിസിനസ് എന്തും ചിന്തിക്കാം കേട്ടോ. നിങ്ങൾ ഒരു ചെറുകിട സംരംഭം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ 3-4 സ്റ്റാഫിനെ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ രീതിയിൽ ഈ വിഷയത്തെ ചിന്തിക്കുക. ഞാൻ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഒരു ബേക്കറിയെ കുറിച്ച് പറഞ്ഞു. ബേക്കറി എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ റൂം എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ, പാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ആളെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. അതുപോലെ അതിന്റെ ബോർമേൽ, അതായത് അതിന്റെ കിച്ചൺ സൈഡ് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരാളെ ഉപയോഗിക്കുന്നുണ്ടാവും. ഫ്രഷ് ജ്യൂസ് മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരാളെ ഉപയോഗിക്കുന്നുണ്ടാവും. ക്യാഷ്യർ ആയിട്ട് ഒരാളെ നമ്മൾ എടുത്തിട്ടുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മളായിരിക്കും ഇരിക്കുക. ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഓപ്പറേഷൻസ് ആണ് അല്ലേ. ഓരോരുത്തർക്കും ഓരോ സാധ്യതകൾ, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഒരേ കാര്യം റിപ്പീറ്റ് പ്രോസസ്സിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ക്യാഷ്യറിൽ ഇരിക്കുന്ന ഒരാൾ ക്യാഷിന്റെ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുക. അതുപോലെ പാക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ആ ജോലിയാണ് അവിടെ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ 4-5 പേര് ഒരേ രീതിയിൽ അവരെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ഒരു വർക്ക് ഫ്ലോയിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താവും, ആ ബേക്കറിയുടെ ഓപ്പറേഷൻസ് വളരെ സിസ്റ്റമാറ്റിക് ആവും. ഇനി ഇങ്ങനെ ചിന്തിക്കാം, ഇതിൽ ഒരാൾ ഡിലേ ആയാൽ എന്ത് പറ്റും? ആ ഒരു ദിവസം മൊത്തം ബിസിനസ്സിനെ അത് ബാധിക്കും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരാൾ അയാളുടെ പ്രോസസ്സ് ഒന്ന് മാറി ചിന്തിക്കേണ്ട വന്നാൽ അവിടുത്തെ ടോട്ടൽ സിസ്റ്റം മാറും. ക്യാഷിലിരുന്ന ഒരാൾ ആ സമയത്ത് അവിടെ ഇല്ലെങ്കിൽ കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി അതുപോലെ സാധനം പാക്ക് ചെയ്ത് കൊടുക്കേണ്ട ആൾ അവിടെ ഇല്ലെങ്കിൽ അതിന്റെ ഡിലേ അവിടെ ഉണ്ടാവും. ഇത്തരം ഡിലേകളൊക്കെ ബിസിനസ്സിൽ വരുന്നതുകൊണ്ട് തന്നെ എല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിനെല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ. ഇന്ന് മനുഷ്യരെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഓരോ ജോലിയിലും നമ്മൾ നോക്കുമ്പോൾ അവിടെ 3-4 പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. AI ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് പല ആളുകളും അത്തരം തീരുമാനങ്ങൾ മാറി നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ, നമുക്കിന്നറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുക പൈസയോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴാണ്, അതോടൊപ്പം തന്നെ സമയത്തോട് ബന്ധപ്പെട്ട്. കാരണം സമയബന്ധിതമായിട്ട് പലതും ചെയ്തു തീർക്കാൻ പറ്റാത്ത ഈ വെല്ലുവിളിക്ക് AI ഇന്നൊരു സൊല്യൂഷനാണ്. കാരണം നമ്മുടെ സമയത്തെ ലാഭിക്കാൻ അത് സഹായിക്കുന്നു. രണ്ടാമത്തെ സംഗതി, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പലപ്പോഴും ആളുകൾ ചിന്തിക്കുക, ഇതിനുവേണ്ടി ഒരുപാട് പണം മുടക്കണ്ടേ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി അത് കൂടുതൽ ബാധിക്കില്ലേ, ഇത്രയും പൈസയൊക്കെ ഞാൻ എങ്ങനെ ഒഴുക്കും. കാരണം നിലവിലുള്ള ജോലിക്കാരെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വരുമാനം പോലും ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. അത്തരം സാഹചര്യങ്ങളിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ AI ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് സത്യം. അത് മാത്രമല്ല, ഇത് റിസൾട്ട് ഓറിയന്റഡ് ആണ്. കാരണം സെയിൽസ് ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻക്രീസ് ആവും, ഒരിക്കലും അത് താഴേക്ക് പോകില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഒരു ബേക്കറിയോട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെ സ്റ്റാഫുകളെ വെക്കുന്നത് ബിസിനസിന്റെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയാണ്. ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കുമോ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ 10 വർഷം ഈ ബേക്കറി നടത്താം എന്ന് ചിന്തിച്ചാൽ ആ ബേക്കറി 10 വർഷം നടത്താം, പക്ഷെ അതിന്റെ പ്രൊഡക്ടിവിറ്റി എപ്പോഴും ഒരു സ്റ്റേബിൾ ആയ രീതിയിൽ മാത്രം, വളരെ ഗ്രാജുവൽ ഗ്രോത്തേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റും, ആ ബിസിനസ്സിന് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ്സേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ ബിസിനസ്സിന് ഒരു കൃത്യമായ ഒരു ഗ്രോത്ത് റേറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വർഷവും അവിടെ ഓരോ സ്റ്റാഫിനെ കൂട്ടുകയോ അല്ലെങ്കിൽ നിലവിലുള്ള സ്റ്റാഫിനെ എങ്ങനെ അതിന് പ്രൊഡക്ടിവിറ്റി കൂട്ടാമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കും അല്ലെ. അപ്പൊ ഈ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് അതിന് നമുക്ക് ഡെസിഷൻ മേക്ക് ചെയ്യാനും നമ്മുടെ കുറേ വർക്കുകൾ കൃത്യമായിട്ട് കൊണ്ടുപോകാനും AI ഹെൽപ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമ്മുടെ സെയിൽസ് കൂടും. അത് കസ്റ്റമർ സർവീസും കൂടുതൽ ബെറ്റർ ആക്കാൻ അത് സഹായിക്കും. ബെറ്റർമെന്റ് ഓഫ് കസ്റ്റമർ സർവീസസ് പലപ്പോഴും ഉണ്ടാകുന്നതിന് പ്രധാന കാരണം അവരുടെ ചെലവ് കൊണ്ടാണ്. ചെലവ് കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഒരു സ്റ്റാഫിനെ, ഇപ്പം നമുക്കറിയാം, ഒരു ഹോട്ടലിൽ ഇപ്പോൾ വെയിറ്റർ ആയിട്ട് ഒരാളെ നമ്മൾ എടുത്തു. ആ ആളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ആള് കസ്റ്റമറുമായിട്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. കസ്റ്റമർ ഡീലിങ്സ് ആ വ്യക്തി കറക്റ്റ് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവിടുത്തെ ഓഡിയൻസ്, അതായത് കസ്റ്റമേഴ്സ് കുറയും. ഇതുപോലെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഓരോ സിസ്റ്റവും കൃത്യമായ രീതിയിൽ പോകണം. എന്ന് വന്നാൽ ഒരു ബിസിനസ്, നിങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ്സും ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിക്കോട്ടെ, സർവീസ് ബേസ്ഡ് ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ചെറുകിട വ്യവസായം അല്ലെങ്കിൽ ചെറുകിട സംരംഭത്തിൽ നിങ്ങൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അതൊന്ന്, ഈ വിവരങ്ങൾ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. നിലവിലുള്ള സിസ്റ്റത്തെ, അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻഫർമേഷൻ അനാലിസിസ് എന്ന് പറയും. നമ്മുടെ നിലവിലുള്ള ബിസിനസ്സിനെ കൃത്യമായിട്ട് അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെ മുന്നോട്ട് പോകും, നെക്സ്റ്റ് വീക്കിന് ഈ ബിസിനസിന്റെ പ്രോഗ്രസ് എന്താണ്, 1 മന്ത് കഴിയുമ്പോൾ ഇത് എന്തായിരിക്കും അവസ്ഥ,
ഒരു 15 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും ടോട്ടൽ ദിവസത്തെ 15 ദിവസത്തെ സെയില് അടുത്ത 15 ദിവസത്തിലേക്ക് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, ഈ മാസത്തെ ബിസിനസ് സെയിൽസ് താഴേക്കാണോ മേലേക്കാണോ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്, നമ്മളുടെ കയ്യിലുള്ള ഒരു മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ അക്കൗണ്ടബിൾ ആയിരിക്കുന്ന നമ്മുടെ ഫയലുകൾ ചെക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ നിന്നുള്ള സെയിൽസിന്റെ അനാലിസിസ് റിപ്പോർട്ട് എടുത്തിട്ടാണ് ചെയ്യുക അല്ലേ. ഇത് കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തിയിട്ടാണ് നമ്മൾ ഈ വർഷത്തെ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നെക്സ്റ്റ് ഇയറിലെ പ്രൊജക്ഷൻ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. ഇനി അതുപോലെ നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ ഗ്രോത്ത് റേറ്റ് എത്രത്തോളം ഉണ്ടാകും. ഇനി ഈ വർഷത്തെ ബിസിനസ്സും കഴിഞ്ഞ വർഷത്തെ ബിസിനസ്സും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ മാസം നമ്മൾ ഡീഗ്രോത്ത് ആണോ ഗ്രോത്ത് ആണോ എന്ന് അറിയുന്നത്. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് 2-3 ഹ്യൂമൻ റിസോഴ്സ് ആണ് അല്ലെ. മനുഷ്യരെ തന്നെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ ഒരാൾക്ക് അറിയാവുന്ന ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് വിലയിരുത്താനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി നമ്മൾ 1-2 പേരെ ഉപയോഗിക്കുന്നു. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനം എടുക്കുക. നേരെ മറിച്ച് ഈ കാര്യം ഒരു AI അസിസ്റ്റന്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ AI-ൽ ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിഞ്ഞാലോ, അവിടെ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ സമയം ലാഭിക്കാൻ കഴിയും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം ഫാസ്റ്റ് ആയതുകൊണ്ട് സെയിൽസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ബൂസ്റ്റ് ചെയ്യും. അപ്പം ഫസ്റ്റ് പോയിന്റ്, വിവരങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാനായിട്ട് AI ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഡാറ്റ പ്രൊസീഡിങ്സ് എന്ന് പറയും. നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ആ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത എന്താണോ ആ പ്രോബ്ലത്തെ നിങ്ങൾ AI-ലേക്ക് കൊടുക്കുക. പലപ്പോഴും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, AI ആക്ച്വലി ഒരു പ്രോബ്ലം സോൾവർ ആണ്. നമ്മുടെ ആളുകൾക്ക്, കസ്റ്റമേഴ്സിനായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ, നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഓരോ സിസ്റ്റത്തിന്റെയും പ്രത്യേകത അതെല്ലാം ഒരു പ്രോബ്ലം സൊല്യൂഷൻ തരുന്ന അല്ലെങ്കിൽ പ്രോബ്ലം സോൾവർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ബിസിനസ് പോലും വളരുകയുള്ളൂ. ഇവിടെ AI ഇത്തരത്തിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. നമുക്ക് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള ഡാറ്റ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു തരും. ഇനി മൂന്നാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യം ഒരു ബിസിനസ്, അത് പ്രൊഡക്റ്റോ സർവീസോ ബേസ് ചെയ്തിട്ടാണെങ്കിലും അതിൽ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിനെ മറ്റുള്ളവരിലേക്ക് കൃത്യമായ രീതിയിൽ എക്സിബിറ്റ് ചെയ്യാൻ കഴിയണം. പണ്ട് അങ്ങനെയല്ലായിരുന്നു. കൺവെൻഷണൽ ആയിട്ട് നമ്മൾ ചെയ്തിരുന്ന ബിസിനസ്സുകളിൽ പലപ്പോഴും ഹാർഡ് കോപ്പീസ് ആയിട്ടും പത്രങ്ങളിലൂടെയും പരസ്യങ്ങളിലൂടെയും ഒക്കെ ആയിട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അതല്ല. ഇന്ന് ഡിജിറ്റൽ പ്രൊഫൈലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള ആശയത്തെ നിങ്ങൾ തന്നെ ആളുകളിലേക്ക് ഡിജിറ്റലൈസ് ചെയ്ത് കൊടുക്കപ്പെടണം. അങ്ങനെ കൊടുക്കണമെങ്കിൽ അതിന് AI-യിലൂടെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പടി കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും ഈ വാക്ക് എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. കോണ്ടന്റ് ക്രിയേഷൻ ഇല്ലാതെ ഇനി ഈ ഒരു ബിസിനസ് അടുത്ത 3 വർഷം കൊണ്ട് വരാൻ പോകുന്ന ചേഞ്ച് അത്രയ്ക്കും വലുതാണ്. 2030 കൂടി നമ്മുടെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒരു സ്വന്തമായ ഡിജിറ്റൽ പ്രൊഫൈലിംഗ് സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. ഒപ്പം നിങ്ങളുടെ ബിസിനസ്സിലെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ AI ഓട്ടോമേഷൻ നിർബന്ധമായും ചെയ്തിരിക്കും. ഇത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കടന്നു വന്ന രീതിയിൽ ട്രഡീഷണലി വളരെ ഗ്രാജുവലായിട്ട് പോവില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇതിനെ എങ്ങനെ കൊണ്ടുവരാം, അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇൻഫർമേഷൻ അനാലിസിസ്, ഡാറ്റ പ്രൊസീഡിങ്സ്, കോണ്ടന്റ് ക്രിയേഷൻ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് AI-ക്ക് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. ഇനി രണ്ടാമത്തെ അടുത്ത സംഗതി ഒരു കസ്റ്റമറുമായിട്ടുള്ള ഡീലിംഗ് ആണ്. കസ്റ്റമർ ഡീലിംഗ് അല്ലേ. ഇന്ന് നമുക്കറിയാം നമ്മുടെ പ്രധാനപ്പെട്ട ഇ കൊമേഴ്സ് സൈറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ കസ്റ്റമർ സപ്പോർട്ട് തരുന്നത് മെഷീൻസ് ആണ്, മനുഷ്യനല്ല. അവിടെ ഓൾറെഡി അത് ഓട്ടോമേറ്റഡ് സംവിധാനത്തിന് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് നമ്മളൊരു കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് അവിടുത്തെ ഒരു കസ്റ്റമർ എക്സിക്യൂട്ടീവായിട്ട് സംസാരിക്കാൻ എടുക്കുന്ന സമയത്തിനെ ഇന്നൊരു മെഷീൻ അവിടെ ഒരു പ്രോബ്ലം സോൾവറായി മാറി. കാരണം എന്താണ്, ഒരു കസ്റ്റമർ ഒരു എക്സിക്യൂട്ടീവിലേക്ക് എത്തിപ്പെടാൻ ഏകദേശം 5 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്കുള്ള പ്രോബ്ലം സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതാണ് മെഷീൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആകുന്നത്. നമ്മുടെ പ്രശ്നം എന്താണോ അതിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി അതിനുള്ള റിപ്ലൈ, അതായത് സൊല്യൂഷൻ നമുക്കവിടെ കിട്ടി. ഇതേ കാര്യം ഒരു ഹ്യൂമൻ റിസോഴ്സിങ്ങിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയിലൂടെ തന്നെ നേരിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അവിടെ ടൈം കൂടുതലെടുക്കും. നമുക്ക് ടൈം കളയാനില്ല. രണ്ടാമത് നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കും അല്ലെ. പലപ്പോഴും അറിയാം, നമ്മൾ എൻക്വയറി ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോകും പെട്ടെന്ന്. അപ്പൊ ഇവിടെയൊക്കെ AI നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കസ്റ്റമർ സപ്പോർട്ടിങ്സുകൾ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന കാര്യം AI ചെയ്തു തരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. തീരുമാനം എടുക്കാൻ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് റൈറ്റ് ടൈം ഡെസിഷൻ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് പറയും കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ പിടിക്കുക. ഇനി
നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ചില ടൂളുകൾ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഈ ടൂളുകൾ മറ്റൊരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഞാൻ ലൈവ് ഡെമോ കാണിക്കുക. ഈ ടൂൾസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കറിയാം ഒരു 10-12,000 വെബ്സൈറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. എല്ലാ വെബ്സൈറ്റുകളും എടുത്തു വെച്ച് നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനല്ല. നേരെ മറിച്ച് നമുക്ക് ആവശ്യമുള്ള വളരെ എന്താ പറയണ്ടേ, എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു 10ഓളം ടൂളുകൾ നമ്മുടെ ബിസിനസ്സിനെ കൃത്യമായിട്ട് ഓട്ടോമേറ്റ് ചെയ്യാനും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും നമ്മളുടെ എന്താ പറയുക ഡാറ്റ പ്രൊസീഡിങ്സിനും ഇൻഫോർമേഷൻ അനാലിസിസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്ന് ചാറ്റ് ജി പി ടി ആണ്. ഒരുപക്ഷെ ഈ വാക്ക് നിങ്ങൾ പലയിടത്ത് കേട്ടിട്ടുണ്ടാവും, ചിലരൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവും. കോണ്ടന്റ് ക്രിയേഷൻ ഒരുപാട് രീതിയിൽ അത് ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അതിന്റെ പുതിയ വേർഷൻസ് ഒക്കെ അങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ക്യാൻവ ഒരുപക്ഷെ ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയർ, ഒരു എന്താ പറയുക, ഒരു ഓൺലൈനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് കൂടി തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിസൈനിങ് ടൂളാണ്. ഇത് നേരത്തെ നമുക്കുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയതിന്റെ കാരണം ക്യാൻവ AI ആണ് ഇപ്പോൾ ഉള്ളത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രോംപ്റ്റ്, അതായത് എഴുതി കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മൂന്നാമത്തെ സംഗതി, വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്ന അക്കൗണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങളുടെ ചെറുകിട വ്യവസായത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ആളുകളിലേക്ക് ഒരു കസ്റ്റമർ സഡൻ റെസ്പോൺസ് കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് യാതൊരു പൈസ മുടക്കാതെ പോലും ചെയ്യാൻ കഴിയുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകും, ഇല്ലെങ്കിൽ അത് ചെയ്ത് തുടങ്ങാനായിട്ട് നമുക്കിന്ന് നോക്കാം. ഇത്രയും കാര്യം നമ്മൾ ഇതിനകത്ത് നിന്ന് ശ്രദ്ധിക്കും. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു, മാർക്കറ്റിങ്ങിൽ AI നമ്മളെ സഹായിക്കുക പ്രത്യേകിച്ച് ആഡ് ക്രിയേഷനാണ്. എന്ന് വെച്ചാൽ വേഗത്തിൽ അത് ചെയ്യാൻ കഴിയുന്നു. നമുക്കറിയാം ഒരു അഡ്വർടൈസ്മെന്റ് ആളുകളിലേക്ക് കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റി ഒരു കാരണമാണ്, അതുപോലെ അതിന്റെ ഹുക്ക് ലൈൻസ് ഒരു കാരണമാണ്. ഇതൊക്കെ നമുക്ക് അന്ന് അറിയാം. പക്ഷേ ഇത് എത്രയും വേഗത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ ആവശ്യം. കാരണം ആളുകൾ അത്രയും ഫാസ്റ്റാണ് കാര്യങ്ങളിൽ. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം, സ്വന്തമായിട്ട് നമുക്കുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ജനറേറ്റ് ചെയ്യാൻ അറിയാമോ? നമ്മൾ പലപ്പോഴും ഇതൊക്കെ നമ്മൾ മറ്റേ സോഷ്യൽ മീഡിയ പേജുകളിൽ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ബിസിനസ്സിനെ അതെങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇനി അതുപോലെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പുതിയതായിട്ട്, നിങ്ങളിപ്പം ഈ പറയുന്ന ചെറുകിട സംരംഭമായിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു, എന്തോ ആയിക്കൊള്ളട്ടെ. ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണം. എങ്ങനെ തയ്യാറാക്കും? ഒരുപക്ഷെ നമ്മൾ മറ്റൊരാളോട് പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും അല്ലേ? ഇത് ഞാൻ ദേ ഇങ്ങനെ, ഇപ്പൊ ഒന്നും വേണ്ട, ഒരു അച്ചാറാണെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഒരു സംരംഭമായിട്ട് ഒരു അച്ചാർ നിങ്ങൾ തുടങ്ങി, അച്ചാറിന്റെ കുപ്പിയിലാക്കിയിട്ടോ പാക്ക് ചെയ്തിട്ടോ നിങ്ങൾ കൊടുക്കുന്നു. ഇതിനെ മാർക്കറ്റിൽ എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഡിസ്ക്രിപ്ഷൻ ആവശ്യമാണ്. അത് മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തിയിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് പോകണം. എന്തുണ്ടായിരിക്കണം അതിന്? ആ പ്രൊഡക്റ്റിന് കൃത്യമായ ഒരു USP ഉണ്ടാകണം. അതായത് ഇഷ്ടംപോലെ അച്ചാറുകളുണ്ട്, അതിൽ നിന്നും എൻ്റെ അച്ചാറിനെ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? ഇനി രണ്ടാമത്, ഒരു കടയിലേക്ക് മാത്രമല്ല ചെല്ലുന്നത്, ആ കടക്കാരൻ ഇതെടുത്ത് സ്റ്റോക്ക് ചെയ്യുകയും ഒപ്പം ഇത് റീറ്റെയിൽ ചെയ്യുന്ന കസ്റ്റമറിലേക്ക് ഇത് എത്തണമെങ്കിൽ ഈ രണ്ട് കൂട്ടർക്കും കൺവിൻസ് ആവുന്ന രീതിയിൽ ഞാൻ എൻ്റെ പ്രൊഡക്റ്റിനെ എങ്ങനെ അവതരിപ്പിക്കണം, ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വേണം. അതിന് പറയുക പ്രൊഡക്റ്റ് നോളജ് അഥവാ പ്രൊഡക്റ്റ് അവയർനെസ് എന്നുള്ളതാണ്. ഇത് രണ്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ അറിയില്ലെങ്കിലോ, അത് AI നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അത് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കാണും. ഇനി അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, കോണ്ടന്റ് ക്രിയേഷനിൽ ഒരു ബിസിനസ് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് ഒരു ഓഫർ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ബിസിനസിന്റെ ഓഫറിനെ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ ആക്കി മാറ്റണമെങ്കിൽ ഉറപ്പായിട്ടും DTP ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡിസൈനേഴ്സിനെ ഫോട്ടോഷോപ്പ്, ഇലിസ്ട്രേറ്ററും കോറൽ ഡ്രോയും ഒക്കെ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകളെ കൊണ്ടാണ് ഇന്ന് പോസ്റ്റേഴ്സുകൾ ചെയ്യിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിന് വരുന്ന ചെലവും അതിനെടുക്കുന്ന സമയവും ചിന്തിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുറിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കൃത്യമായ രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ പ്രിന്റ് എടുക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ പരസ്യം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും. നിങ്ങൾ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും പഠിക്കാതെ ചെയ്യാൻ കഴിയും. അത് AI ഒരു കുതിച്ചുചാട്ടം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിന് നമ്മൾ ഉപയോഗിക്കണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും വിഷുവാണ്. വിഷുവിനുള്ളൊരു പോസ്റ്റർ നിങ്ങളുടെ ടെക്സ്റ്റൈൽസ് ആണ് നടത്തുന്നതെങ്കിൽ അതിനുള്ള മീഡിയ പ്രൊമോഷൻസ്, അതായത് ഡിജിറ്റൽ സിസ്റ്റത്തിലൂടെയുള്ള പ്രൊമോഷൻസുകൾ, ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ നിങ്ങളുടെ ബിസിനസ്സിനെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള പ്രൊമോഷൻസ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴേ തുടങ്ങണം. അത് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വരുന്ന കോസ്റ്റ് എത്രയാണ്? സാധാരണ ഞാൻ പല ട്രെയിനിങ് പ്രോഗ്രാംസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഒരു A4 സൈസിലുള്ള ഒരു ഡിസൈൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഏറ്റവും സിമ്പിൾ ഡിസൈന് 400 രൂപ ചിലവാണ്. ഒരു മാസം നമ്മൾ 4-5
ഓഫറുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടത്, ഡിസൈനിങ്ങിന് വേണ്ടി മാത്രം മാറ്റി വെക്കേണ്ടി വരിക 2000 രൂപയാണ്. 12 മാസം കഴിയുമ്പോൾ 24,000, അതായത് ഏകദേശം 1,00,000 രൂപ ഒരു മാസം നമ്മൾ മാറ്റി വെക്കുന്നു. സോറി, ഒരു വർഷത്തേക്ക് മാറ്റി വെക്കുന്നു. ഒരു ബിസിനസിന്റെ ആനുവൽ സെയിൽസ് അല്ലെ, ഇയർ എൻഡിങ്ങിലേക്ക് വന്ന് ഇപ്പൊ നമുക്കറിയാം മാർച്ചിൽ നമ്മൾ ഇയർ എൻഡിങ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ മാസത്തെ എക്സ്പെൻസ്, ടോട്ടൽ എക്സ്പെൻസിൽ ഇത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. 25,000 രൂപ നിങ്ങളൊരു ഡിജിറ്റൽ ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രൊമോഷന് വേണ്ടി മാറ്റി വെക്കുന്നത് ചെറിയ കാര്യമല്ല. അതിന്റെ ബിസിനസ് ബെനിഫിറ്റ് നിങ്ങൾക്ക് എത്ര വരുന്നുണ്ട്, ഇതൊക്കെ കാൽക്കുലേറ്റബിൾ ആണ്, അക്കൗണ്ടബിൾ ആണ്. സോ അതുകൊണ്ട് നമുക്കിത് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക. അത് കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് തീരുമാനം എടുത്തു പോകാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ. രണ്ടാമത്തെ സംഗതി, കസ്റ്റമർ സപ്പോർട്ട് എളുപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് ഓട്ടോ റിപ്ലൈ എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൽ ചെയ്യാൻ കഴിയും. ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ വാട്സപ്പിൽ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി അതുപോലെ 24/7 നമുക്ക് റെസ്പോൺസ് കിട്ടുന്ന ഒരു ഓട്ടോമേഷനിലേക്ക് AI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ചെയ്യാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു എൻക്വയറി വന്നാൽ, ആ ബിസിനസ്, ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ ബിസിനസ് കേവലം നമ്മളിവിടെ ഒരു 9 തൊട്ട് 5 വരെ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറി കുറച്ചുകൂടി നിങ്ങൾക്ക് ബിസിനസ്സിനെ വൈഡൻ ചെയ്യാൻ കഴിയണം. ഗ്ലോബലി ചിന്തിക്കാൻ കഴിയുന്ന ബിസിനസ് ആണെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. ഇതിനൊക്കെ നമുക്ക് ആവശ്യം വരിക 24/7 കസ്റ്റമർ സപ്പോർട്ടാണ്. ഇത് AI ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും. ഇനി അതുപോലെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അവർ നിങ്ങളുടെ കടയിൽ നിന്നും റിപ്പീറ്റഡ് സെയിൽസ് അഥവാ റീസെയിലിംഗ് നടക്കാൻ ഇടയാക്കുന്നത് അല്ലേ. അപ്പോൾ കസ്റ്റമർ എക്സ്പീരിയൻസ് നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ സെയിൽസ് ആണ് ഗ്രോ ചെയ്യുക. അപ്പൊ ഈ കാര്യങ്ങളൊന്നും മനസ്സിൽ പിടിച്ചുകൊണ്ട് ചില ലൈവ് ഡെമോയിലൊക്കെ നമുക്കൊന്ന് പോകാം കേട്ടോ. ഞാനിവിടെ ChatGPTയുടെ ഒരു പേജ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണേ. ഹലോ, കാണുന്നില്ല. വിഷ്വൽ കാണുന്നുണ്ട്, ഇപ്പൊ കട്ടായിട്ടുണ്ട്. ഓക്കെ ശരി. നേരത്തെ വിഷ്വൽ വന്നതായിരുന്നു. ഓക്കെ, കാണാമോ? ഓക്കെയാണ് കാണാം കാണാം വിഷ്വലുണ്ട്. കാണാം ഓക്കെ 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 ഫൈൻ ഫൈൻ ഫൈൻ. വിഷ്വലൊന്നും വന്നിട്ടില്ല. ഒരു പേജ് വന്നിട്ടുണ്ട്, വേർ ഷുഡ് വി യെസ് 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 ഓക്കെ ഓക്കെ അത് തന്നെ. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. തൽക്കാലം മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാം എല്ലാവർക്കും. ഞാൻ നേരത്തെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. നമ്മളുടെ ഒരു ബിസിനസ്സിനകത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ സ്റ്റാഫുകൾ കുറവായിരിക്കും അല്ലേ. നമ്മുടെ ബിസിനസ്സിലെ സ്റ്റാഫുകളുടെ എണ്ണം കുറവായിരിക്കും. പരിമിതമായ ബഡ്ജറ്റിൽ വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ നമുക്കുണ്ടാകുന്ന കുറേ ചലഞ്ചസുകളുണ്ട് മാർക്കറ്റിങ്ങിൽ. ഇത് നമുക്ക് ക്ലിയർ ഓഫ് ചെയ്യാൻ കഴിയണം. അതുപോലെ നിലവിലുള്ള നമ്മുടെ ബിസിനസ്സിനകത്ത് ഒരുപാട് പൈസ മുടക്കിയല്ല, അല്ലാതെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനകത്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഞാനിവിടെ ചില കാര്യങ്ങളൊന്ന് കാണിക്കാം. ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഒരു ഐഡിയയും ഇല്ല, അതായത് സ്വന്തമായിട്ട് ഇന്ന് വരെ ഒരു MSME പ്രോജക്റ്റുകൾ ഏറ്റെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ നടത്താൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ചെറുകിട സംരംഭം സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അതിന് എന്ത് വേണം? പ്രൊഡക്റ്റ് ചെയ്യണോ, സർവീസ് ചെയ്യണോ? ഈ ചിന്തയുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, AI കയറുക. അതായത് ChatGPT പോലുള്ള ഏതെങ്കിലും ഒരു സർവീസ് ടൂൾ യൂസ് ചെയ്യുക. AI ടൂളിൽ ഇപ്പം ഞാനിവിടെ കൊടുക്കുന്നത് generate some ideas for MSME projects in Kerala 2026. ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരുപാട് ചിന്തിക്കാത്ത, ഒരു ഇന്റലിജൻസ് ഒന്നും ഇല്ലാത്തൊരു സാധാരണ പ്രോംപ്റ്റ് ആണ് ഞാൻ കൊടുക്കുന്നത്. കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം, MSME പ്രോജക്റ്റുകളിലേക്ക് പറ്റുന്ന പുതിയ ഏതെങ്കിലും ഐഡിയ 2026 കേരളത്തിന് പറ്റിയ ഏതെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ ജസ്റ്റ് ഇതിലേക്ക് കൊടുത്തു. AI എന്ത് ചെയ്യുന്നു?
നിലവിൽ നമുക്ക് ഉള്ള സിസ്റ്റംസ് അനുസരിച്ച് ഏതൊക്കെ രീതിയിലുള്ള ബിസിനസ് ഐഡിയകൾ നമുക്ക് വേണോ അതിപ്പോൾ തരും അല്ലേ. ഇവിടെ നമ്പർ ഇട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. സ്ക്രീൻ ഒന്ന് ഞാൻ സ്ക്രോൾ ചെയ്തു. ഞാൻ പറഞ്ഞത് ഒരു ഐഡിയ ഇല്ലാതിരിക്കുകയാണ് നിങ്ങൾക്ക്. അതായത് ഒരു ബിസിനസ് എന്ത് തുടങ്ങണമെന്ന് അറിയില്ല, ചെറിയൊരു സംരംഭമായിരിക്കണം, അതെങ്ങനെ കണ്ടെത്താം, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സ് ബ്ലാങ്ക് ആണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, തൊട്ടടുത്തുള്ള ബിസിനസ്സിൽ വിജയിച്ച ആളുകളോ നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോട് നമ്മൾ ചോദിക്കും എന്ത് ബിസിനസ് ഞാൻ തുടങ്ങണം. അവർ ചെയ്ത് പരീക്ഷിച്ച ഒരു ബിസിനസ് ആണെങ്കിൽ അവർക്ക് അത് ബെനിഫിറ്റ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അവരിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടും, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ ആ ഇൻഫർമേഷനേക്കാൾ ഉപരി നമുക്ക് സ്കെയിലബിൾ ആയിട്ടുള്ള സക്സസ്ഫുൾ ആകും എന്നുറപ്പുള്ള ഒരാശയം കിട്ടണമെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാ രീതിയിലുള്ള ബിസിനസ്സിനെ കുറിച്ച് അറിവുള്ള ഒരാളോട് ചോദിക്കണം. ഇവിടെ AI അവിടെയാണ് കൂടുതൽ പ്രസക്തമാകുന്നത്. കാരണം AI നമുക്ക് വെറുതെ ഒരു ഒരു സാധാരണ ഒരു എന്താ പ്രോംപ്റ്റാണ് ഞാൻ കൊടുത്തത്. ഇവിടെ കൊടുത്തത് നിങ്ങൾ നേരത്തെ കണ്ടു കാണും അല്ലേ, ജനറേറ്റ് സം ഐഡിയാസ് എന്നാണ് കൊടുത്തത്, അതായത് ഏതെങ്കിലും കുറച്ച് ആശയങ്ങൾ എന്നാ. പക്ഷെ AI എന്ത് ചെയ്തു, അതിനെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് നിലവിലെ നമ്മുടെ കേരളത്തിന്റെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട്, കാരണം ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലേ. സൂം മീറ്റിംഗ് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ചില വാക്കുകൾ പറഞ്ഞിരുന്നു, AI അത് ശ്രദ്ധിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുന്നത് കേട്ടോ. കാരണം ടൂറിസവും അഗ്രികൾച്ചറും ഡിജിറ്റൽ അഡോപ്ഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് അനിവാര്യമായിരിക്കുന്ന വിഷയങ്ങളാണെന്നും അതിനോട് ബന്ധപ്പെട്ടുള്ള സാധ്യതകളാണ് ഇവിടെ ഐഡിയകളായിട്ട് നമുക്ക് തന്നത്. അതിൽ പറഞ്ഞ എക്കോ ഫ്രണ്ട്ലി ടൂറിസത്തെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് എക്കോ ഫ്രണ്ട്ലി ടൂറിസത്തിലേക്ക് വരുന്നതിന്റെ കാരണം നമുക്കറിയാം, മലിനമാകുന്ന അല്ലെങ്കിൽ മാലിന്യമുക്ത കേരളമാകണമെന്നും അതുപോലെ നമുക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നുള്ള ആശയത്തിന് ഇന്ന് കൂടുതൽ ഒരുപാട് പ്രോജക്റ്റുകൾ ഇന്ന് ഏറ്റെടുക്കുന്നത്. ഗ്ലോബലി ചിന്തിച്ചു കഴിഞ്ഞാൽ പല കമ്പനികളും ഇന്ന് ഈ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ക്ലീൻ സിറ്റി എന്നുള്ളൊരു ആശയത്തെ ഉയർത്തിക്കൊണ്ടിരുന്നുണ്ട്. കേരളത്തിലും ആ കാര്യത്തിൽ അത് അനിവാര്യമാണ്, മുന്നോട്ട് ഇപ്പോഴത്തേക്കല്ല മുന്നോട്ട്. അതിനകത്ത് ചില വിഷയങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോളാർ പവേർഡ് ആയിട്ടുള്ള ഹോം സ്റ്റേകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, സീറോ പ്ലാസ്റ്റിക്. അതുപോലെ വില്ലേജ് എക്സ്പീരിയൻസിങ് ടൂറിസം നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പണ്ട് നമുക്കൊരു ടൂറിസം എന്ന് പറയുമ്പം എക്കോ സിസ്റ്റം, അതായത് എക്കോ ഫ്രണ്ട്ലി ടൂറിസം ആയിട്ടുള്ള സ്ഥാപനം ഇതുണ്ട് അല്ലേ, കാടുകളിലും മലകളിലും ഒക്കെ കയറിപ്പോയി ചെയ്യുന്ന മെത്തേഡ്. അത് മാറി വേറെ ചില രീതിയിലേക്ക് നമ്മുടെ ടൂറിസത്തിനെ മാറ്റാൻ പറ്റും. അതിൻ്റെ ഒരു മോഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വില്ലേജ് എക്സ്പീരിയൻസിങ് ടൂറിസം എന്ന് പറയുന്നത്. ഫാമിങ്ങും കുക്കിങ്ങും ഫിഷിങ്ങും ഒക്കെ ചേർത്തിട്ടുള്ളൊരു ടൂറിസം പ്രോജക്റ്റ്. ഇതൊക്കെ ഉള്ളവരെ സംബന്ധിച്ച്, മീൻസ് ഇതുപോലുള്ള സ്ഥലങ്ങളുള്ളവരെ സംബന്ധിച്ച് അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. തരിശു ഭൂമിയായിട്ട് കിടക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ കഴിയും. അതുപോലെ ഇവിടെ വയനാട്ടിൽ 2-3 കാര്യം ട്രീ ഹൗസ് സ്റ്റേസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, ഏറുമാടം പോലെ ഉണ്ടാക്കിയിട്ടുള്ള. കാരണം അതും പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ചിലയിടത്ത് ചില ഹട്ടുകൾ ഉണ്ടാക്കി വെക്കും. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെയുള്ള ധാരാളം ആശയങ്ങൾ എന്ത് ചെയ്തു, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ് കൊടുത്തത്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. അപ്പം അങ്ങനെ കൊടുത്തപ്പോൾ ഏകദേശം ഇവിടെ കണ്ടോ, വേസ്റ്റ് മാനേജ്മെന്റ്, അതുപോലെ ഹാൻഡ്ലൂം ഹാൻഡ് ക്രാഫ്റ്റ്, അതിനൊക്കെ ഒരുപാട് സാധ്യതകൾ ഓൺലൈനും ഓഫ്ലൈനും ആയിട്ടുള്ള ബിസിനസ്സുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഇന്ന് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്ന വർക്കുകൾ കൊമേഴ്സ് വെബ്സൈറ്റിൽ കൂടി ഒരുപാട് കൊച്ചു കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് ഓൺ ഗോയിങ് സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് അതിലൂടെ വിൽക്കുന്നു. ആമസോൺ പോലുള്ള ഫ്ലിപ്കാർട്ട് പോലുള്ള പേജുകളിലൂടെ അത് ബിസിനസ് ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെ അത് വിൽപ്പന നടത്തുന്നു. ഇനി കുറച്ചുകൂടി ഹൈ സ്കെയിലിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞൊരു ആശയം വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ആണ്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ AI നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ഒരുത്തരം ഇൻഫർമേഷൻസ് കിട്ടുക. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ AIയോട് ചോദിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ അത് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില പോയിന്റ്സ് ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഐഡിയ കൊടുത്തേക്കുന്നുണ്ടോ, ഹോം നഴ്സിംഗ് സർവീസ്, എൽഡർലി ഡേ കെയർ സെന്റേഴ്സ്. ഇതൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ്, പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ നഴ്സിംഗ് സർവീസ് സപ്പോർട്ട് തരുന്ന സ്ഥാപനങ്ങൾ അല്ലേ. അപ്പം ഇവിടെ ഇങ്ങനെ കുറേ ആശയങ്ങൾ കിടപ്പുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം മാത്രം എടുക്കുന്നു. ഓക്കെ, ഇവിടെ എടുക്കുന്നു ടെലിമെഡിസിൻ ഇത് കാണാം, ടെലിമെഡിസിൻ സപ്പോർട്ട് സർവീസസ്. ഞാൻ ഇത് എടുത്തിട്ട് എന്ത് ചെയ്തു, താഴേക്ക് വന്നു. ഇവിടെ ഞാൻ കൊടുക്കാണ്, പ്ലീസ് ഡീറ്റെയിൽ മോർ അബൌട്ട്. ആ കോപ്പി ചെയ്ത സാധനം അവിടെ കൊടുത്തു കേട്ടോ.
അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ടെലിമെഡിസിൻ സപ്പോർട്ട് ചെയ്യുന്ന സർവീസസിനെ MSMEയുടെ അണ്ടറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയമായിട്ട് AI എന്ത് ചെയ്തു, അതിനെ മാറ്റി അതിൻ്റെ കാരണങ്ങളോട് എഴുതി തരും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ടെലിമെഡിസിൻ സപ്പോർട്ട് സർവീസസ് ആർ ബിസിനസ്സസ് ദാറ്റ്സ് കണക്ട് പേഷ്യൻസ് വിത്ത് ദ ഡോക്ടേഴ്സ് റിമോട്ട്ലി യൂസിങ് ടെക്നോളജി. അപ്പൊ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു സീറോ ബ്ലാങ്ക് ആയിരുന്നു, ഐ മീൻ സീറോ മൈൻഡിലാണ് നിങ്ങൾ ഇത് തുടങ്ങിയത് അല്ലേ. ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് എല്ലാവരുടെയും മനസ്സ്, ഇപ്പൊ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സ് എന്ത് ചെയ്തു, ഞാൻ ഒരു പർട്ടിക്കുലർ വിഷയത്തിലേക്ക് കൊണ്ടുവന്നു. ടെലിമെഡിസിൻ സപ്പോർട്ട് സർവീസസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ മനസ്സും എൻ്റെ മനസ്സിൽ ഈ ഒരു വിഷയമാണ് നിൽക്കുന്നത്. ടൂറിസം പെട്ടെന്ന് പോയി, കണ്ടോ. ഇതിനോട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ബിസിനസ് മോഡൽസിന് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാൻ കഴിയും, അതുപോലെ ഈ കേരളത്തിൽ ഇതിന്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട്, അപ്പോൾ ഇവിടെ ചില പോയിന്റ്സ് ഉണ്ട് അല്ലേ. ഇങ്ങനെ കിട്ടുന്ന ഓരോ പോയിന്റ്സിൽ നിന്നും നമ്മൾ എടുക്കുന്നതിനെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇൻഫർമേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷനിൽ നിന്നും ഓരോ കാര്യങ്ങളുടെയും ഉള്ളറകളിലേക്ക് കയറി പോകാൻ കഴിയണം. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു കാര്യം കാണാം. ഇന്ന് നിലവിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അതായത് നിങ്ങളൊരു സംവിധാനം ഒരുക്കുന്നുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കാവുന്ന രീതിയിലൂടെ ഓരോ കാര്യങ്ങളും തരികയാണ്. ഇത് AI തരുന്നു, നമ്മൾ ഒരാളോട് ചെന്ന് ചോദിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വ്യൂ പോയിന്റിൽ മാത്രമേ അതിന് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പരിചയമുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ അതിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ സക്സസ് റേറ്റിൽ അയാൾ നമുക്കിൻ്റെ ഇൻഫർമേഷൻസ് തരുള്ളൂ. ഇല്ലെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം പറയുക, എൻ്റെ പൊന്നുമോനെ ആ പരിപാടിക്ക് പോകണ്ട, ഞാനൊന്ന് അനുഭവിച്ചതാണ്, എൻ്റെ കയ്യിൽ കുറേ പൈസ നഷ്ടം വന്നു. അത് അയാളുടെ ബിസിനസ് സ്ട്രാറ്റജിയിലും അയാളുടെ വ്യൂ പോയിന്റിലും ചെയ്തിട്ട് സംഭവിച്ചാണെങ്കിലോ, ഒരുപക്ഷെ നിങ്ങളത് ചെയ്ത് വിജയിക്കുന്ന ഒരു കാര്യമായിരുന്നെങ്കിലോ, കണ്ടോ. അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ കാണുന്ന 1, 2, 3, 4 പേരുടെ സജഷനിൽ മാത്രം നമ്മുടെ ഫ്യൂച്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് പകരം നിലവിലുള്ള കണ്ടീഷൻസ്, അതായത് നമ്മുടെ കേരളത്തിലെയും ഓൾ ഓവർ ദ ഇന്ത്യയിലും നമ്മളുടെ ബിസിനസ്സിനുള്ള സാധ്യതയെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഈ പോയിന്റ്സുകൾ ഇവിടെ തരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുക്കാൻ കഴിയും. ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ടോ, ഈ ലീഗൽ ആൻഡ് കോംപ്ലയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു MSME രജിസ്ട്രേഷൻ, നിങ്ങൾക്കറിയാം, ഉദ്യമ രജിസ്ട്രേഷൻസ് ഒക്കെ ചെയ്തൊരു ബിസിനസ് തുടങ്ങുന്നതോടൊപ്പം ഈ ഒരു കാര്യത്തിനുള്ള ഗൈഡ് ലൈൻസിനെ കുറിച്ച് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, അത് ഹൈലൈറ്റ് ആകുന്ന വേറൊരു ലിങ്കിലേക്കാക്കിയും പോവുക. അതായത് ഒതൻറ്റിക് ആയിട്ടുള്ള വിവരങ്ങൾ AI സർവീസ് സോഴ്സായിട്ട് നമുക്ക് തന്നുകൊണ്ട് അതിൽ നിന്ന് വിവരങ്ങൾ എടുത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതും ദേ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും എന്താ പറയുക, ബേസിക് ലെവലിൽ നമ്മൾ ഒരുപാട് പൈസ മുടക്കി വലിയൊരു റൂം റെൻറ്റിനെടുത്തു, ഫുള്ളി ഫർണിഷ് ചെയ്ത് അതിന് വേണ്ടുന്ന എല്ലാ അമ്യൂണിറ്റീസും ക്ലിയർ ചെയ്ത് വരുമ്പം എത്ര രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? അതിനു മുമ്പ് ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അല്ലേ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് AI ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, കുറേ ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ AI അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന്. ഇത് ഒരു മെത്തേഡ് മാത്രമാണ്, ഇൻഫർമേഷൻ അനാലിസിസിനകത്ത് ഒരു മെത്തേഡ്. ഇനി നിങ്ങളുടെ ബിസിനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ പറയുക, ബേക്കറിയാണ് ഇപ്പം നിങ്ങൾ നടത്തുന്നത്. ഓക്കെ, ബേക്കറി പെട്ടെന്ന് പറയാൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഈ വരുന്ന ടൈമിന്, അതായത് ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ വരുമ്പം നമ്മൾ ഓഫേഴ്സുകൾ കൊടുക്കാറുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കാം കേട്ടോ. ഞാൻ ബേക്കറി ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഫെസ്റ്റിവൽ ടൈമിൽ നമ്മൾ പലപ്പോഴും ഓഫർ കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ബേക്കറിയുടെ ഒരു ഓഫർ എടുക്കാൻ വേണ്ടി ഞാൻ സ്ക്രീൻ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു, ഞാൻ അടുത്തൊരു ഗൂഗിൾ പേജിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ വെറുതെ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്, പ്രൊമോഷണൽ പോസ്റ്റർ ഓഫ് എ ബേക്കറി. വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇതാ കൊടുത്തത്. ഇവിടെ ഞാൻ കുറേ പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ. ഇമേജസിൽ കയറി കഴിഞ്ഞാൽ കുറേ പിക്ചേഴ്സ് കാണാം. ഞാൻ ഇവിടുന്ന് ഒരു പിക്ചർ ഞാനിപ്പോൾ എടുത്തു, നിങ്ങൾക്ക് കാണാം. ഒരു സാധാരണ ഒരു പിക്ചർ. ഓക്കെ, ഞാൻ ഇതിൽ എന്ത് ചെയ്തു, ഈ പിക്ചർ മാത്രം ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. എൻ്റെ സിസ്റ്റത്തിലേക്ക് വെറുതെ കോപ്പി ചെയ്തു. ഞാൻ വളരെ ഒന്നും പ്ലാൻ ചെയ്തല്ല, വെറുതെ എടുക്കുകയാണ് കേട്ടോ ഒരു പിക്ചർ. ഇതെടുത്തതിന് ശേഷം എനിക്ക് ഇതേപോലെ ഒരു പോസ്റ്റർ എനിക്ക് ചെയ്യണം എൻ്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഇപ്പം ഇതിനകത്ത് ബൈ 1 കേക്ക് ഗെറ്റ് 1 എന്ന് പറഞ്ഞ ഓഫൊക്കെ കൊടുത്തിട്ടുണ്ട്.
അപ്പം കേക്കിൻ്റെ ഒരു ഓഫറാണ്, ബേക്കറിയിലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഈ സെയിം മെത്തേഡിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണം. നിങ്ങൾക്ക് വേണേൽ അവിടെ ടൈം നോക്കാം കേട്ടോ. നമ്മൾ ഇതിനൊരു 4 മിനിറ്റേ എടുക്കുള്ളൂ. ഓക്കെ, ഇതെന്തുകൊണ്ട് എന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ചാറ്റ് ജി പി ടി ആണ് ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ചാറ്റ് ജി പി ടിയിൽ വന്നിട്ട് ഇപ്പം എടുത്ത പോസ്റ്റർ, അതായത് ഇപ്പം ഞാൻ എടുത്ത ഫോട്ടോയെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു ടാഗ് ലൈൻ കൊടുക്കുന്നു. ജനറേറ്റ് പ്രോംപ്റ്റ് ഫോർ ദിസ് പിക്ചർ ഇൻ ഡീറ്റെയിൽ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൊടുത്ത ആ ഒരു പോസ്റ്ററിനെ എന്താണോ കൊടുത്തത് അതിൻ്റെ പ്രോംപ്റ്റ് എനിക്ക് എഴുതണം. സാധാരണ ഇത് എടുത്ത് പറഞ്ഞതിന് കാരണം AI-യിലെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പ്രോംപ്റ്റിംഗ് കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കണ്ടന്റ് കിട്ടില്ല. പക്ഷെ പ്രോംപ്റ്റ് എഴുതാൻ അറിയാത്ത ഒരാളുകൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞൊരു ടിപ്പാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ സാധനത്തിൻ്റെ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിനോട് തന്നെ പറയുക. ഇപ്പം നിങ്ങൾക്ക് നോക്കി അവിടെ മനസ്സിലാവും, വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പ്രോംപ്റ്റ് ഇവിടെ എൻ്റെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് വിശദമായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇതിൻ്റെ ഡിസൈനിങ് എലമെൻറ്റ്, ഫുട്ടർ സെക്ഷനിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം ഇവിടെ കൊടുത്തു. ഞാൻ ഇവിടെ നിന്നും ഇതെന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് കാണാം, ഇത് ഞാനങ്ങ് കോപ്പി ചെയ്യാണ് കേട്ടോ. ഈ ഫുൾ ഡാറ്റ കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ കാണാം, നിങ്ങൾക്ക് ഈ പിക്ചർ കാണാം. ഇതിൻ്റെ താഴെ ഞാൻ ഇതേ പ്രോംപ്റ്റ് എടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. ഇനിയാണ് ഇതിൻ്റെ ചേഞ്ചസ് വരുന്നത്. കാരണം നമുക്ക് ഇവിടുത്തെ ഈ പിക്ചറിൽ കാണാം ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് ബേക്കറി എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ പ്രോംപ്റ്റിനകത്ത് നോക്കണം അതെവിടെയാണെന്നുള്ളത്. അപ്പം ഞാനിത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലൈറ്റ്ഫുൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ, ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് ബേക്കറി എന്നുള്ള മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഹാപ്പി ബൈറ്റ്സ് എന്നാക്കുന്നു കേട്ടോ. ഹാപ്പി ബൈറ്റ്സ് ബേക്കറി. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഒന്നും മാറ്റുന്നില്ല, എനിക്കത് മാറ്റാൻ ആഗ്രഹമില്ല. അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ചില കാര്യങ്ങളൊന്ന് മാറ്റാൻ പോവുക. ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ, June 24 to 25 എന്നുള്ളതിന് പകരം ഓഫറിൻ്റെ ടൈമാണ്. അപ്പം ഞാൻ ഓഫർ വാലിഡ് എന്നുള്ളത് ജൂൺ എന്നുള്ള മാറ്റി അവിടെ ഏപ്രിൽ എന്ന് കൊടുക്കുന്നു. അതുപോലെ വീക്കെൻഡ് സ്പെഷ്യലാണ് ഈ ഓഫർ നമ്മൾ കൊടുത്തേക്കുന്നെങ്കിൽ നമ്മൾ വീക്കെൻഡ് എന്നുള്ള മാറ്റിയിട്ട് ഹോട്ട് സമ്മർ സീസൺ സ്പെഷ്യൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ചെറിയ ചേഞ്ചസ് എല്ലാം നമ്മൾ വരുത്തിക്കൊണ്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടൈം ഒരുപാട് പോകും. ഓക്കെ, അതുപോലെ ഗെറ്റ് വൺ എന്നുള്ളതിന് പകരം %25 ഓഫ് എന്ന് ഞാൻ കൊടുക്കുന്നു. ഹാഫ് എന്നുള്ളത് പോലെ സ്പെഷ്യൽ എന്നും കൊടുക്കുന്നു. ഒരുപാട് നമ്മൾ കൊടുത്തിരിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് കുറച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി കൊടുത്തേ ഉള്ളൂ. ഇതിൻ്റെ താഴേക്ക് വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ കളഞ്ഞു, കാരണം താഴത്തെ കമൻസുകൾ നമുക്ക് ആവശ്യമില്ല. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രോംപ്റ്റ് ഞാൻ ഇവിടെ കളക്ട് ചെയ്തു. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യണം, ഫോൺ നമ്പർ ഉണ്ടല്ലേ. അപ്പോൾ ഫോൺ നമ്പർ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യും. ഇവിടെ കോൾ എന്നുള്ള ഓപ്ഷൻ, ഈ മെസ്സേജ് നോക്കിയാൽ ഇവിടെ കാണുന്ന അതേ ഫോൺ ഡീറ്റെയിൽസ് ഇവിടെ കാണും. അപ്പോൾ ഇതിവിടെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ജസ്റ്റ് കൊടുക്കുകയാണ് 941, ഒരു ചുമ്മാ നമ്പർ കേട്ടോ, ഇത് ആറ് നമ്പർ ഒന്നും എനിക്കറിയില്ല, വെറുതെ കൊടുക്കാം. ഇതേ പ്രോംപ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി അവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. ഇനി ഈ ബോക്സിനകത്ത് ലെഫ്റ്റ് സൈഡിൽ പ്ലസ് ബട്ടണിൽ ക്രിയേറ്റ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ഈ ക്രിയേറ്റ് ഇമേജ് കൊടുത്തിട്ട്
ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ ആ പ്രോംപ്റ്റ് ഇവിടെ എടുത്ത് കൊടുത്തു. ഇനി ഞാനിത് എക്ക് കൊടുത്തു. ഇപ്പോൾ എന്താ ചെയ്യുക? നേരത്തെ കൊടുത്ത പിക്ചറിനെ കുറിച്ച് കിട്ടിയ പ്രോംപ്റ്റിനെ കൃത്യമായിട്ട് AI ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അയച്ചു തന്നു. നമ്മുടെ ഇൻഫർമേഷൻസ് അതിലേക്ക് ആഡ് ചെയ്തു. നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത്, പേര് മാറ്റി, ഫോൺ നമ്പർ മാറ്റി, ഓഫറിൻ്റെ ഇത് മാറ്റി, എന്തും നമുക്ക് അതിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരാം. കാരണം അത്രയും ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. പക്ഷെ നമ്മുടെ ടൈം കുറവായതുകൊണ്ട് ഞാൻ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ മാറ്റിയുള്ളൂ. ഇപ്പോൾ AI അത് ഉപയോഗിച്ചിട്ട് അതേ പോസ്റ്ററിനെ എങ്ങനെ റീഡിസൈൻ ചെയ്ത് നമുക്ക് തരും, നമുക്ക് നോക്കാം. ഇപ്പം അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, നമ്മളുടെ പ്രോബ്ലം സോൾവർ ആയിട്ട് AI എങ്ങനെ മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. കാരണം നിങ്ങൾക്കൊരു ബിസിനസ് പോസ്റ്റർ നിങ്ങൾക്ക് ചെയ്തെടുക്കണമെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പോസ്റ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുമായിട്ട് നിങ്ങളൊരു DTPയിൽ പോയി അല്ലെങ്കിൽ ഒരു ഡിസൈനറിനെ കണ്ട് അയാളോട് ഈ ഐഡിയ കൊടുത്ത് അയാൾ അത് ചെയ്തെടുക്കുവാൻ എടുക്കുന്ന സമയം, 2 അയാൾക്ക് കൊടുക്കേണ്ടി വരുന്ന പൈസ, 3 നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലെങ്കിൽ അത് വീണ്ടും ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ഇനി പഠിച്ചിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലോ, ഒന്നുകിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ പോയി മെനക്കെട്ടിരുന്ന് പഠിക്കണം. ഇനി അതല്ലെങ്കിൽ അതറിയാവുന്ന ഒരാളെ നമ്മൾ ഹയർ ചെയ്യണം. ഒരു മാസത്തേക്ക് മിനിമം ഒരു 8,000 തൊട്ട് 10,000 രൂപ മുടക്കാതെ ഈ വർക്കിനായിട്ട് ഒരാളെ കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇത്രയും സമയം കളഞ്ഞ ഒരാൾ നമുക്ക് വേണ്ടി സമയം കളഞ്ഞ് എടുക്കുകയാണെങ്കിൽ ആ 10,000 രൂപ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 മാസമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഏകദേശം 1,50,000 രൂപയായി, അല്ലെങ്കിൽ 1,15,00,000 രൂപയായി. ഈ സ്ഥാനത്ത് നമ്മൾ ഈ കാര്യത്തിനെ പുതിയ രീതിയിൽ പഠിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സമയം, പണനഷ്ടം ഇതെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇവിടെ പിക്ചർ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓരോ സ്ഥലങ്ങളിലും അവർ ഉപയോഗിക്കുന്ന നെറ്റിൻ്റെ സ്പീഡ്, കൊടുത്തിരിക്കുന്ന ഡാറ്റ, അതിൻ്റെ വെയിറ്റേജ്, ഇതൊക്കെ അനുസരിച്ച് പിക്ചർ പ്രോഗ്രസ് ചെയ്ത് വരാനുള്ള ടൈം കൂടുകയോ കുറയുകയോ ചെയ്തേക്കാം. ഇപ്പം നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ച് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു. എൻ്റെ ഇവിടെ അത്യാവശ്യം 100 MB മേലെ സ്പീഡുള്ള നെറ്റിലാണ് ഞാനിത് ചെയ്യുന്നത്. അതിൻ്റേതായ സ്പീഡും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പിക്ചർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. സ്ക്രീനിൽ നിന്ന് ഞാൻ ഒന്ന് മാക്സിമൈസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഹാപ്പി ബൈറ്റ്സ് എന്ന് പേര് മാറിയിട്ടുണ്ട്. ടോപ്പിൽ ഹോട്ട് സമ്മർ സ്പെഷ്യൽ സീസൺ എന്നുള്ള പേര് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ ബൈ 1 കേക്ക് 25% സ്പെഷ്യൽ ഓഫ് നമ്മൾ കൊടുത്തു. ഇവിടെ ഏപ്രിൽ എന്നുള്ളത് നമ്മളവിടെ ജൂൺ എന്നുള്ള ഡേറ്റ് മാറ്റി ഏപ്രിലാക്കി. ആൻഡ് ഫോൺ നമ്പർ ഇവിടെ മാറി. ഞാൻ പറഞ്ഞത് ഇത് ചെയ്യാൻ ഞാൻ എത്ര നേരം എടുത്ത്. ഞാൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ല, ഫോട്ടോഷോപ്പ് എനിക്കറിയില്ല, ഇലിസ്ട്രേറ്ററോ കോറൽഡ്രോയോ ഞാൻ ചെയ്ത് പരിചയമില്ല. പക്ഷേ അതിലൊക്കെ ചെയ്താൽ കിട്ടുന്ന അതേ ക്വാളിറ്റിയിൽ ഈ പിക്ചർ നിങ്ങൾക്ക് കാണാം. ഇത് ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അതിൻ്റെ ക്വാളിറ്റി ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ, ക്വാളിറ്റി ലോസ് സംഭവിക്കാതെ കിട്ടിയേക്കുന്ന ഈ പിക്ചറിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൻ്റെ ഓഫറായിട്ട് പ്രിൻ്റ് എടുക്കാൻ കൊടുക്കാം, അല്ലേ? ഡിസൈനിങ് ചാർജ് നിങ്ങൾക്ക് ലാഭിച്ചു. ഇനി നിങ്ങൾക്കിത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ ഇടാനാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഈ പിക്ചർ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ സൈസ് വ്യത്യാസമുണ്ടല്ലേ. നമ്മളെടുത്ത സൈസ് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഈ പിക്ചർ ഞാൻ എൻ്റെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഇനി നിങ്ങൾക്ക് ഈ പിക്ചർ തന്നെ ഇനിയും ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നാലോ, ഇതുപോലത്തെ പിക്ചർ, ഈ പിക്ചർ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നിങ്ങളുടെ ഒരു ലോഗോ കൂടി ആഡ് ചെയ്തെങ്കിൽ നല്ലതാണെന്ന് തോന്നുക. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യണം, എനിക്കൊരു ലോഗോ വേണം, വേണ്ടേ? അപ്പം ഇതിനകത്ത് ഞാനിപ്പം തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു ലോഗോ എടുക്കുകയാണ് നെറ്റിൽ നിന്ന്. വെറുതെ കൊടുക്കുകയാണ് കേട്ടോ, ബേക്കറി ലോഗോ. ഓക്കെ, ഞാൻ ഇതിൽ കടന്ന് വെറുതെ ഒരു ലോഗോ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു. സോറി, ഇപ്പം ഞാൻ ഒരു ലോഗോ ഞാൻ വെറുതെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്തു. ദെൻ വീണ്ടും നമ്മൾ നേരത്തെ എടുത്ത പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട്, അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വീണ്ടും ഒരു ഫയൽ എടുത്തു. അതായത് ഇവിടുത്തെ പ്ലസ് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ കാണാം ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് എന്നുള്ളത്. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ കോപ്പി ചെയ്ത ലോഗോ ഇതിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ആഡ് ദിസ് ലോഗോ
ടു ദ പിക്ചറിൽ ഒന്ന് നോക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ സ്പേസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഇപ്പം ഞാൻ ചെയ്യുന്നു ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദ പോസ്റ്റർ വിത്തൗട്ട് എനി ചേഞ്ച്. ഇതിന് നെഗറ്റീവ് പ്രോംപ്റ്റിംഗ് എന്നും കൂടി പറയും കേട്ടോ, നോട്ട് ഉപയോഗിച്ച് പോകുന്ന മെസ്സേജുകൾക്ക്. അപ്പം ഞാനിവിടെ കൊടുത്തത് എൻ്റെ ഒരു ലോഗോ. ആ ലോഗോ ഞാൻ ഈ പിക്ചറിനകത്തും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ജസ്റ്റ് സെൻഡ് കൊടുത്തു. ഇപ്പം എഐക്ക് എന്ത് മനസ്സിലായി? നമ്മളുടെ പുതിയ പിക്ചറല്ല ചോദിച്ചത്, ഇപ്പോൾ ഉള്ള പിക്ചറിൽ തന്നെ എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞൊന്നും കൊടുക്കേണ്ടി വന്നില്ല, ജസ്റ്റ് ആഡ് ദിസ് ലോഗോ എന്ന് പറഞ്ഞു. എഐക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾ വീണ്ടും ഇമേജ് ക്രിയേഷനാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അതിന് മനസ്സിലായി. അത് വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പം നമ്മൾ കൊടുത്ത പിക്ചറിനകത്തേക്ക് നമ്മുടെ ഒരു ലോഗോ ആഡ് ആവണം, ബാക്കി കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇതവിടെ ചെയ്തോട്ടെ. നമുക്ക് അതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി നോക്കാം. ഈ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പിക്ചറിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കിത് അടുത്ത വർഷമോ പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ പോസ്റ്റർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. സാധാരണ ഡിസൈനേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഇതിൻ്റെ ഒരു ഡിസൈനിങ് ഫയല്, ഇപ്പോൾ ഫോട്ടോഷോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ ഒരു PSD ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കിടക്കും. അതല്ല മറ്റൊരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിൻ്റെ എഡിറ്റിംഗ് ടെംപ്ലേറ്റ് ആയിട്ടൊരു ഫയൽ ഉണ്ടാവും. അത് അവരുടെ ഉള്ളിടത്തോളം കാലം ആ പിക്ചറിൽ എന്ത് ചേഞ്ചസും കൊണ്ടുവരാം. നമ്മുടെ കുഴപ്പം എന്താണ്? ആ പിക്ചർ അവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ അയാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പിക്ചർ അതിനകത്ത് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താനോ നമ്മൾ അയാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. സോ അയാളുടെ മൊണോപ്പൊളി ആയിട്ടാണ് ആ ഡിസൈൻ അവിടെ കിടക്കുക. നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഡിസൈനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് അവിടെ ചെയ്തല്ലേ. ഈ പ്രോംപ്റ്റിൻ്റെ താഴെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് കോപ്പി ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നോട്ട് പാഡിലോ അല്ലെങ്കിൽ ഫോണിൽ ഏതെങ്കിലും ഈ ഡാറ്റാസ് എഴുതി വെക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറിലൊക്കെ ഉണ്ടെങ്കിൽ ആ ആപ്പിനകത്തൊക്കെ ഇതൊന്ന് കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പെൻ ഡ്രൈവിലൊക്കെ ഒരു ഫയലായിട്ട് ഇത് കീപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഈ ഒരു പ്രോംപ്റ്റ് മതിയാവും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പിക്ചർ ഇവിടെ വന്നുകൊണ്ടിരിപ്പുണ്ട്. അത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാനാണോ AI ഉപയോഗിക്കുന്നതല്ല. ഇവിടെ നമ്മൾ ചെയ്തത് നമ്മളുടെ ബിസിനസ്സിൻ്റെ പ്രൊമോഷണൽ ടൂളാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിക്ചർ ജനറേഷൻ അപ്പുറം നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൂൾ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഇന്നത്തെ കാലത്ത് ബിസിനസ്സിൽ കൃത്യമായ രീതിയിൽ ആളുകളിലേക്ക് കൺവേ ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേഷൻ മാത്രമേ വഴിയുള്ളൂ. ഒരു കാലത്ത് ഇത് യങ്സ്റ്റേഴ്സിൻ്റെ, യുവജനങ്ങളുടെ ഒരു ട്രെൻഡിങ് ഫീലായിട്ട് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിരുന്നെങ്കിൽ ഇന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ബിസിനസ് ആൻഡ് മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ്. കാരണം ആളുകൾ അത്രത്തോളം മീഡിയ വിസിബിലിറ്റി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന പേപ്പറിലോ TV യിലോ ആഡുകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ടൈം എൻഗേജ് ചെയ്യുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ്. അവിടെ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മളുടെ ഒരു ആഡ് കയറി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തുണ്ടാകും? ആ ആഡിന് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും നമ്മളുടെ പേരിനെ ഫെമിലറൈസ് ചെയ്യാനും അത് ഇടയാക്കുന്നു. അതിനെ ഒരു ബ്രാൻഡിങ് ആക്കിയെടുക്കാൻ ഇന്നത്തെ ഈ ഡിജിറ്റൽ സിസ്റ്റത്തിന് കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ AI എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളൊരു MSME, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ചെറുകിട വ്യവസായത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിനു വേണ്ടി വലിയ പൈസ മുടക്കാൻ അവർ തയ്യാറല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും തയ്യാറല്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ ബിസിനസ്സിന് എങ്ങനെ സൊല്യൂഷൻ കാണാം? അതിന് ഒരു 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 മെത്തേഡാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് അത് കംപ്ലീറ്റ് ആയി വരാൻ ടൈം എടുക്കും. എനിവേ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പിക്ചറിൽ ഇവിടെ ഒരു മനോഹരമായ ലോഗോ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ കൊടുത്ത ലോഗോ ഇവിടെ ആഡ് ഓൺ ചെയ്ത് കിട്ടി. ചിന്തിക്കേണ്ടത്, ഈ ഒരു പിക്ചറിൽ നിങ്ങളുടെ ലോഗോയായിട്ട് നിങ്ങൾ ഇരിക്കുന്നു. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പോ മറ്റ് ആപ്പുകളോ ഒന്നും അറിയില്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ ഒരു പോസ്റ്റർ ജനറേറ്റ് ചെയ്യും? ഇപ്പം AI ഹെൽപ്പോട് കൂടി ഞാൻ ഇവിടെ കൃത്യം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 9 മിനിറ്റ് കൊണ്ട് നമ്മളൊരു ടൂൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു. ആ ടൂൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോംപ്റ്റ് എടുത്തു. ആ പ്രോംപ്റ്റിന് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരു പിക്ചറാക്കി മാറ്റി. ഇനി അതിനുശേഷം ലോഗോ ആഡ് ചെയ്തൊരു പിക്ചർ കൂടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ആദ്യം എടുത്ത പിക്ചർ ഒന്ന് നോക്കി കാണിച്ചു തരാം.
നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത പിക്ചറും ഇത് നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത പിക്ചറും ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പിക്ചറുമാണ്. ഒന്ന് സ്വിച്ച് ചെയ്ത് കാണിക്കാൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നിങ്ങൾ നോക്കും. അതായത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ക്വാളിറ്റി ലോസ് ഒന്നും സംഭവിക്കാതെ നമ്മുടെ ആഡായിട്ട് മാറി. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ആഡായിട്ട് മാറുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഇല്ല. കാരണം ഇത് AI നമുക്ക് വേണ്ടി നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ച് ഉണ്ടാക്കിയതാണ്. പലപ്പോഴും പറ്റുക എന്താ, നമ്മൾ മറ്റൊരാളുടെ ഫോട്ടോ കോപ്പി അടിച്ചിട്ട് നമ്മൾ അതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് അതേ സാധനം ഒന്നും മാറ്റുന്നില്ല. ഈ പിക്ചറിൽ നമ്മൾ ചെയ്തത് നമ്മുടേതായ എന്ത് ഡാറ്റാസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ പാലറ്റ് മാറ്റണോ, കളർ പാലറ്റ് മാറ്റാം. കേക്കിന് പകരം നിങ്ങൾക്ക് അവിടെ വേറെ എന്തെങ്കിലും വെക്കണോ, അതാക്കാം. ഇനി നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഒരു ഡിജിറ്റൽ സ്പേസിൽ, അതായത് ഏതെങ്കിലും വെബ്സൈറ്റിൽ നമ്മൾ കാണുന്ന പിക്ചേഴ്സുകൾ ഓൾറെഡി അത് ഗൂഗിളിൻ്റെ ഭാഗമായ പിക്ചറാണ്. ഓൾറെഡി അതിൻ്റെ ഓഡിയൻസ് അറ്റൻഷൻ കിട്ടിയിട്ടുള്ള പിക്ചറാണ്. അതിനെ നമ്മുടെ പിക്ചറായിട്ട് നമ്മുടേതായ ഐഡിയകളും നമ്മുടേതായ ഇൻഫർമേഷൻസും കൊടുത്ത് ചേഞ്ച് ചെയ്താൽ ഡെഫിനറ്റ്ലി ഒരു കസ്റ്റമറിൻ്റെ കണ്ണുടക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ കാണുന്ന ഓരോ ആഡുകളും, ഫേസ്ബുക്ക് ആകട്ടെ ഇൻസ്റ്റ ആകട്ടെ, നിങ്ങൾ കാണുന്ന ആഡുകൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ആ ഇൻഫർമേഷൻസ് തന്നെ അത് റിപ്പീറ്റഡ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും. ആ തരുന്നതിലൊക്കെ നമ്മൾ എന്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു? കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയം എന്നതിനപ്പുറം നമ്മുടെ ഹുക്ക് ലൈൻ എന്ന് പറയുന്നത്, അതായത് ഇൻഫർമേഷൻസോ അതിലെ പിക്ചറിൽ കൊടുത്തിരുന്ന കളറോ ഡിസൈൻസോ ഒക്കെ ഒരു സെക്കൻഡ് നമ്മളെ ആ പടത്തിലൊന്ന് ശ്രദ്ധിക്കാൻ നമ്മളെ ഇടയാക്കും. ഈ ഒരു എന്താ പറയുക, ഒരു സൈക്കോളജിക്കൽ മൂവിങ് ഈ പിക്ചേഴ്സിൽ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോ കോണ്ടന്റിനും അർഹിക്കുന്ന രീതിയിലുള്ള കുറേ ഡിസൈൻ റൂളുകളുണ്ട്. ഇത് നമുക്കറിയാതെ നമ്മളൊരു ഡിസൈൻ ചെയ്താൽ ഒരിക്കലും അത് പെർഫെക്ഷൻ ആകില്ലെന്ന് മാത്രമല്ല, നമ്മളായിട്ട് ചെയ്ത ആ കണ്ടന്റ് അത് മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുന്ന ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അവർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. അവരതിനെ വേണ്ട രീതിക്ക് പ്രൊമോട്ട് ചെയ്യില്ല. നേരെ മറിച്ച് നമ്മൾ നമ്മുടേതായ ഇഷ്ടപ്പെട്ട ഒരു പിക്ചറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് എന്താണോ നിലവിൽ മാർക്കറ്റിലുള്ളത് അതേ പാറ്റേണിൽ നമ്മൾ ചെയ്ത് നമ്മുടെ പേജുകളിൽ ഇത് ധൈര്യത്തോടു കൂടി പോസ്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി അതിലൂടെ ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് അറ്റൻഷൻ കിട്ടാൻ അത് ഇടയാക്കും. ഓക്കെ, ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നു ഞാൻ. ഇപ്പം നമ്മൾ എയിലെ ഒരേ ഒരു ടൂളാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചത് അല്ലേ, ഒരേ ഒരു ടൂളും. അതായത് നിലവിൽ AI വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റർ ജനറേറ്റ് ചെയ്യാന്നുള്ളൊരു ആശയം കാണിച്ച്. ഇനി രണ്ടാമതൊരു സംഗതി കാണണമെങ്കിൽ നമുക്കറിയാം, AI ഉപയോഗിച്ച് ചെയ്യുന്നതിലെ രണ്ടാമത്തെ പ്രശ്നം എന്താണ് നമ്മൾ പറഞ്ഞത്, പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊന്ന് വിശകലനം ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല, അല്ലെങ്കിൽ അതൊന്ന് കണ്ടെത്താനുള്ള ടൈം കിട്ടാറില്ല. ഇതിന് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഒന്ന് നോക്കുകയാണ്, എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇവിടെ നമുക്കൊരു ആം, ഒരു എക്സൽ ഷീറ്റ്, ഓക്കെ, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ് എക്സൽ ഷീറ്റ് ആണെന്ന് വയ്ക്കുക. ഓക്കെ, ഒരു എക്സൽ ഷീറ്റ് ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഉപയോഗിക്കാം. ഓക്കെ, ഫൈൻ. ഇവിടെ ഞാൻ സിസ്റ്റത്തിൽ ഓപ്പൺ ആക്കിയിട്ടേക്കുന്ന ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കുറേ നമ്പേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ നമ്പേഴ്സ് താഴേക്ക് ഇങ്ങനെ പോവാം കേട്ടോ. ഇത് ഏകദേശം ഒരു കുറേ നമ്പർ ഉണ്ട്. ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ഡമ്മി പോലെ ഉണ്ടാക്കിയിട്ട ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ചില നമ്പേഴ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഇത് ഞാനൊരു ഫയലായിട്ട് സേവ് ചെയ്യുന്നു.
ഒരു അഡീഷണൽ ഫയലാണ് കേട്ടോ. ക്ലോസ് ചെയ്തു. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ചാറ്റ് ജി പി ടിയിലേക്ക് വീണ്ടും വരുന്നു. നേരത്തെ നമ്മളൊരു പോസ്റ്റർ ജനറേറ്റ് ചെയ്ത് നമ്മൾ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനാണ് ചെയ്തതെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇവിടെ 2 ഫയൽ ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. അതായത് ഒന്ന്, ഞാൻ എക്സൽ ഷീറ്റിൽ ആദ്യം എന്താണോ ടൈപ്പ് ചെയ്ത് വെച്ച ഒരു ഫയലും രണ്ടാമത്തെ ഫയലിൽ കുറേ നമ്പേഴ്സുകൾ ഞാൻ എടുത്ത് കളഞ്ഞു. ഓക്കെ, ഇതിന് ശേഷം അത് സേവ് ചെയ്തു. രണ്ടും 2 പേരിലാണ് ഞാൻ സേവ് ചെയ്തേക്കുന്നത്. ഞാൻ ആ 2 ഫയൽസ് ഇവിടേക്ക് ഒന്ന് സെലക്ട് ചെയ്യാണ്. 001 എന്ന് പറഞ്ഞിട്ടും അതുപോലെ 002 കിടപ്പുണ്ട്. ഓക്കെ, ഈ 2 ഫയൽ ഞാൻ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ഓപ്പൺ ആക്കുന്നു. എന്നിട്ട് ഞാൻ കൊടുക്കുകയാണ്, ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു. കമ്പയർ ദീസ് എക്സൽ ഫയൽസ് ആൻഡ് check if there is any mismatch. Please mention that with column number. റോ ആണ്, അതല്ല റോ. ഇവിടെ 2 എക്സൽ ഷീറ്റാണ് ഞാൻ കൊടുത്തേക്കുന്നത്. 2 എക്സൽ ഷീറ്റിനും കൂടി ഞാനൊരു മെസ്സേജ് കൊടുത്തു. ഈ 2 ഫയലുകൾ തമ്മിൽ കമ്പയർ ചെയ്യണം, ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് അതിലെ ഏത് കോളത്തിലാണോ ഡാറ്റ മിസ്മാച്ച് ഉള്ളത് ആ കോളം നമ്പറും ആ മിസ്മാച്ച് ആയത് എന്താണോ അത് എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എയോട് പറയുന്നു. ഇത്രയും നേരം ചെയ്തിരുന്നത് എ എന്തായിരുന്നു, ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു പണിയായിരുന്നു അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ സ്റ്റാഫിനും ഓരോ പർപ്പസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ആദ്യം എയെ കൊണ്ട് നമ്മൾ ചെയ്യിച്ചത് പിക്ചർ ജനറേഷൻ അഥവാ പോസ്റ്റർ മേക്കിംഗ് അല്ലെങ്കിൽ ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു കാര്യമാണെങ്കിൽ ഇപ്പം എ ചെയ്യുന്ന എന്താണ്, ഒരു അക്കൗണ്ടന്റ് ചെയ്യുന്ന പണിയാണ് അല്ലേ. നിങ്ങളുടെ ഓഫീസിൽ ഒരു വലിയ ഫയൽ ഉണ്ടെന്ന് ചിന്തിക്കുക. ഒരു എക്സൽ ഷീറ്റ് 10-30 പേജുള്ള ഒരു ഡാറ്റ ഷീറ്റ്. ആ ഡാറ്റ ഷീറ്റും ഇന്നലെ അതേ ഷീറ്റ് എടുത്തു, പക്ഷെ അതിനകത്ത് കുറേ കാര്യങ്ങൾ മിസ്മാച്ച് ആണ്. നമുക്ക് ആകെ പ്രശ്നങ്ങളായി. എന്ത് പറ്റി, നമുക്കിത് കണ്ടുപിടിക്കണം. ഒരാൾ ഇതിനു വേണ്ടി മെനക്കെട്ടിരുന്ന എത്ര മണിക്കൂർ പോകും. മിനിമം ഒരു 30 പേജുള്ള ഒരു എക്സൽ ഷീറ്റിൽ നിങ്ങളുടെ ഡാറ്റ എവിടെയാണ് മിസ്മാച്ച് എന്ന് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു സ്റ്റാഫിനെ ഇരുത്തി അയാളുടെ ഒരു ദിവസം പണി അതായിട്ട് മാറും അല്ലേ. ഇനി നിങ്ങൾ തന്നെ ചില കാര്യങ്ങൾ ഇതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് 2 സോഫ്റ്റ് കോപ്പി ആയിട്ടിരുന്നിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാം. ഇവിടെ സീ ദ റിസൾട്ട്. ഈ 2 ഫയൽ ചെക്ക് ചെയ്തിട്ട് മിസ്മാച്ച് ആയത് ഏത് റോയിൽ ഏത് കോളമാണ്, അതിൻ്റെ വാല്യൂ ഏതൊക്കെയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇത് രണ്ടും തിരിച്ചും മറിച്ചും തന്നിട്ടുണ്ട്. ഫയൽ 1ൽ എന്താണ് പ്രസന്റ് ആയതും ഫയൽ 2ൽ മിസ്സായതും, തിരിച്ച് ഫയൽ 2ൽ പ്രസന്റ് ആയതും ഫയൽ 1ൽ മിസ്സായതും. അതായത് നമുക്കിതിൽ ഏത് ഫയലാണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഫയലിന്റെ മിസ്മാച്ച് ആണ് ഇത് കാണിച്ചു തന്നേക്കുന്നത്. ക്ലിയർ ആയല്ലോ. നമ്മൾ 2 ഫയലാണ് കൊടുത്തത്. ഇതിൽ ഏതാണ് പ്രയോറിറ്റി, നമുക്ക് ഫയൽ 1 ആണോ ഫയൽ 2 ആണോ ആവശ്യമെന്നൊന്നും നമ്മൾ അതിനോട് പറഞ്ഞില്ല. പക്ഷേ AI എന്ത് ചെയ്തു, അത് കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ഫയലിലാണോ നമുക്ക് മുന്നോട്ട് ആവശ്യമുള്ളത് അത് 2 രീതിയിലും കണ്ടെത്താനായിട്ട് 2 രീതിയിലുള്ള ഒരു മിസ്മാച്ചിങ് കമ്പാരിസൺ ആണ് അത് ചെയ്തത്. ഇനി അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, അതിൻ്റെ താഴേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ തന്നിട്ടുണ്ട്, ചില ഇൻഫർമേഷൻസ്. ഓക്കെ, ചില കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇനി ആഡ് ഓൺ ചെയ്തെടുക്കണോ, അത് വേണമെങ്കിൽ ഇവിടെ കിട്ടും. ഇവിടെ ഈ 2 ഫയലൂടെ കിട്ടി. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കൊടുക്കുന്നു, മെർജ് ആൻഡ് ജനറേറ്റ് these 2 cell sheet as one. Please add file to us column 4.
എയുടെ ഒരു വർക്ക് നമ്മൾ വീണ്ടും അതിന് കൊടുത്ത ഫയലുകൾ തമ്മിൽ മിക്സ് ചെയ്യണം. ഇത് ആദ്യം കൊടുത്ത ഫയലിലുള്ള ഡാറ്റ, രണ്ടാമത്തെ ഫയലിൻ്റെ ഡാറ്റ കോളം 4 ആയിട്ട് ഒരെണ്ണത്തിലേക്ക് കൊടുക്കണമെന്നാണ് കൊടുത്തത്. നമ്മൾ ഏത് ഫയൽ വേണമെന്ന് എന്ത് ഫയൽ വേണമെന്ന് ഞാൻ ചോദിച്ചില്ല, പറഞ്ഞിട്ടുമില്ല. എന്ത് ചെയ്യാണ്, ഇപ്പം കൊടുത്ത വർക്കിനെ എന്ത് ചെയ്യണമെന്ന് നോക്കി ആ കൊടുത്ത ഡാറ്റ വെച്ച് ആ ഫയല് ഇവിടെ എക്സൽ ഷീറ്റായിട്ട് തന്നെ അത് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിയും. കാരണം ഇതിനകത്ത് ആ ഡാറ്റയുണ്ട്. പ്രിവ്യൂ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റുന്നതാണ് കാണിക്കുന്നത്. എനിവേ, നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്, ഒരു പർട്ടിക്കുലർ ഫയല് മിസ്മാച്ചിങ് ചെക്ക് ചെയ്തു, അതായത് ക്രോസ് ചെക്ക് ചെയ്തു. അതിനുശേഷം അത് സിംഗിൾ ഫയലായിട്ട് മെർജ് ചെയ്തു. നമ്മുടെ ഫയൽ ഒരു ഡാറ്റ ആയിട്ട് സേവ് ചെയ്തു. ഇനി നിങ്ങൾക്ക് അത് മെയിൽ അയക്കണമെങ്കിൽ മെയിൽ അയക്കാം. അപ്പോൾ എന്ത് പറ്റി, നമുക്കിവിടെ മെയിൽ അയക്കണം അല്ലേ? സോ എന്ത് പറ്റി, ഇവിടെ നമ്മൾ കൊടുക്കുന്നു. ഷീറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഞാൻ കോളം ഫയൽ 2 എന്ന് പറയുന്നതിനെ കോളം, ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് ഓർമ്മയുണ്ടാവും. ഞാൻ കൊടുത്തത് മെർജ് ആൻഡ് ജനറേറ്റ് ദീസ് 2 എക്സൽസ് ആസ് 1, പ്ലീസ് ആഡ് ഫയൽ 2 ആസ് കോളം 4 എന്നാണ് പറഞ്ഞത്. അതായത് ഫയൽ 2-ലുള്ള ഡാറ്റ എന്താണോ അത് കോളം 4 ആയിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഈ പ്രിവ്യൂ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഈ കോളം 4 എന്ന് പറയുന്നത് ABCD ആണ്. ഓക്കെ, കാണാമെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ സൈസ് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ട് കാണാം, മൊബൈൽ ആണെങ്കിൽ കുറവായിരിക്കും. ഞാൻ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ABCD, ഡിയിലാണ് ആ കോളം വന്നിരിക്കുന്നത്. എന്താണോ അവിടെ കൊടുത്തത് ആ ഡാറ്റ അതുപോലെ ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ സെയിം നമ്പർ തന്നെയാണ് രണ്ട് ഫയലിലും കൊടുത്തിരുന്നത്. ഒരു ഫയലിൽ മാത്രമാണ് ഞാൻ മിസ്മാച്ചിങ് കൊടുത്തത്. മറ്റേ ഫയലിനകത്ത് ആ കോളം അവിടെ വേക്കൻ്റ് ഇട്ടിരുന്നു. അതുകൊണ്ടാണ് ഇത് രണ്ടും ചെക്ക് ചെയ്തിട്ട് AI ഇവിടെ ഈ ഒരു പണി വൃത്തിയായിട്ട് ചെയ്തു തന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുകയാണ് പ്രിപ്പയർ എ മെയിൽ റിഗാർഡിംഗ് with this issue. Prepare a formal letter to the company Royal Accounts. ഞാൻ വെറുതെ കൊടുത്തതാണ് കേട്ടോ. Royal Accounts and to the concerned service manager മിസ്റ്റർ ദീപക്. വെറുതെ ഒരു പേര് കൊടുത്ത കേട്ടോ. ഞാൻ എന്നിട്ട് ഇവിടെ ഒരു എൻ്റർ കീ കൊടുത്തു. ഇപ്പോൾ AI ചിന്തിക്കുന്നത് ദീപക് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഈ മെയിൽ കൊടുക്കണം. നമ്മൾ കണ്ടന്റ് ഒന്നും പറഞ്ഞില്ല, ഒരു ഇഷ്യൂ ഉണ്ടുണ്ട് അവിടെ. ആ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ആ ഇഷ്യൂവിനെ ആ റോയൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ കമ്പനിയെ അറിയിക്കുക, അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള മാനേജർ മിസ്റ്റർ ദീപകിനെ. ഇപ്പം എന്ത് ചെയ്തു, ഒരു വളരെ ഭംഗിയായിട്ടൊരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തു. ഈ ഡ്രാഫ്റ്റ് ചെയ്തതിനകത്ത് വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഐ ആം ബ്രിങ്ങിങ്, നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ, ഐ ആം റൈറ്റിംഗ് ടു ബ്രിങ് ടു യുവർ അറ്റൻഷൻ സർട്ടൺ കാണാൻ പറ്റുന്നുണ്ടോ, ഡിസ്ക്രിമിനൻസീസ് ഐഡന്റിഫൈഡ് ഡ്യൂറിംഗ് ദ കമ്പാരിസൺസ് ഓഫ് 2 എക്സൽ ഡാറ്റ ഫയൽസ് പ്രൊവൈഡഡ് ഫോർ റിവ്യൂ. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കൊടുത്തത് ആ ഓരോ ഇഷ്യൂസ് അത് വളരെ വൃത്തിയായിട്ട് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ദെൻ താഴേക്ക് വരുമ്പോൾ നമ്മളവിടെ കൈൻഡ്ലി റിക്വസ്റ്റ് ടു റിവ്യൂ ദ അറ്റാച്ച്ഡ് മെർജ്ഡ് ഫയൽ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ മെയിൽ അവിടെ ക്ലോസ് ചെയ്തു. ലാസ്റ്റ് വന്നപ്പോൾ എന്ത് പറ്റി, ഇവിടെ നമ്മൾ നമ്മുടെ പേരോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അവിടെ ആഡ് ഓൺ ചെയ്യുന്നു. ജസ്റ്റ് ആഡ് മൈ നെയിം ആൻഡ് ഡീറ്റെയിൽസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലെറ്റർ. ഞാൻ കൊടുക്കും ഇവിടെ ജസ്റ്റ് ആഡ് മൈ നെയിം ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് എൻഡ് ഓഫ് ദ ലെറ്റർ എന്ന് കൊടുത്തു. അപ്പം എന്ത് ചെയ്തു, എക്ക് മനസ്സിലായി ആ മെയിലിൻ്റെ ഏറ്റവും താഴത്തെ ഫുട്ടറിൽ കൊടുക്കുന്ന ഇൻഫർമേഷനിലാണ് ഇത് ആഡ് ഓൺ ചെയ്യേണ്ടത്. അപ്പം അത് ഇങ്ങോട്ട് തിരിച്ച്
ചോദിച്ചു എന്തൊക്കെയാണ് അവിടെ കൊടുക്കേണ്ടതെന്നുള്ളത് ചോദിച്ചു. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ പേര് ഡോൺ ആണ്. ഓക്കെ, ഡോൺ എന്ന് കൊടുത്തു. അതിനുശേഷം കമ്പനി നെയിം പിക്സൽ ഫോളിയോ എന്ന് കൊടുത്തു. ദെൻ എൻ്റെ ഒരു കോൺടാക്ട് നമ്പർ ജസ്റ്റ് ഇവിടെ വെറുതെ നമ്പർ കൊടുത്തു കേട്ടോ. അതിൻ്റെ ഓർഡർ ഓർക്കുക, പേര് ഡെസിഗ്നേഷൻ കൊടുത്തില്ല അല്ലേ. അപ്പം ഞാൻ ഇവിടെ കൊടുക്കുന്നു മാനേജർ എന്ന് കൊടുക്കുന്നു, പിക്സൽ ഫോളിയോ എന്ന് കൊടുത്തു, കോൺടാക്ട് നമ്പർ കൊടുത്തു, സെൻഡ് ചെയ്തു. ഇപ്പം എന്ത് ചെയ്തു, ആ മെയിൽ അതുപോലെ തന്നെ അതിവിടെ എടുത്തെഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, താഴെ അവിടെ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ, പേര്, ഡെസിഗ്നേഷൻ, കമ്പനിയുടെ പേര്, ഫോൺ നമ്പർ കൊടുത്തു. ഈ ഒരു കാര്യം നമ്മുടെ ഓഫീസിൽ ആരായിരിക്കും ചെയ്യുക? നമ്മുടെ ഓഫീസിൽ ഡാറ്റ, അതായത് സിസ്റ്റം ഉപയോഗിച്ചുള്ള വർക്ക് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിലുള്ളവരാകാം, അല്ലെങ്കിൽ മറ്റ് ഡെസിഗ്നേഷനുള്ള ഒരാൾ, അല്ലെങ്കിൽ മെയിൽ പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ടാവും. ആരെയാണോ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് അവരുടെ ടാസ്ക്കാണിത്. ഇനി പുറകോട്ടൊന്ന് ചിന്തിക്കാം. നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്തു, എക്സൽ ഷീറ്റിൽ അക്കൗണ്ടിങ് ചെയ്യുന്ന ഒരാളെ കൊണ്ടുള്ള വർക്ക് ചെയ്യിച്ചു. ആ വർക്കിനെ എടുത്ത് ഒരു മനോഹരമായ മെയിലായിട്ട് പ്രിപ്പയർ ചെയ്തു. ഇനി നമ്മൾ ഈ മെയിൽ എടുത്തൊന്ന് സെൻഡ് ചെയ്താൽ മാത്രം മതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഏകദേശം എടുത്തത് 17 മിനിറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു കാര്യം നമ്മുടെ ഒരു ഓഫീസ് സ്റ്റാഫിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ടായിരിക്കും ഇത് കംപ്ലീറ്റ് ആവുക. ഇനി അതുപോലെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് അത് കൊണ്ടുവന്ന് ഇനിയിപ്പോൾ നമുക്ക് ഈ മെയിലിനകത്ത് ഇതും കൂടി അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഇതിനോട് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ കാര്യത്തിനെയും AI ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നൊരു സാധ്യത നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കിടപ്പുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഇവിടെ ഇപ്പം നമ്മൾ ഒന്നോ രണ്ടോ ചെറിയ എക്സാമ്പിൾസേ നോക്കിയുള്ളൂ, അതിനുള്ള സമയം നമുക്ക് കിട്ടിയുള്ളൂ. ഇത്തരം എക്സാമ്പിളുകളാണ് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. പലപ്പോഴും എന്താ പറ്റുക, ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, എനിക്ക് ഇന്ന കമ്പനിക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കണമല്ലോ, പക്ഷേ എനിക്ക് നന്നായിട്ട് എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്കൊന്ന് എഴുതി തരാമോ. ഞാനൊരു സാധാരണ ഒരു ആളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് ചില ആൾക്ക് അത് പ്രശ്നമാണ്. കാരണം വളരെ ഫിൽട്ടേഡ് ആയിട്ടുള്ളൊരു മെയിൽ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസേൺ ടാർഗറ്റ് ചെയ്തേക്കുന്ന ഒരു ക്ലയൻറ്റിൻ്റെ അറ്റൻഷൻ അതിൽ കിട്ടുള്ളൂ. ഇനി ഈവൻ നമ്മളൊരു ലീവ് ലെറ്റർ പോലും കൊടുക്കുമ്പോൾ അല്ലേ, ആ ലീവ് ലെറ്റർ മനോഹരമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ആ ലീവ് നമുക്ക് ഗ്രാൻഡ് ആവും. അതാകണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ, ബോഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളിവിടെ കൊടുത്തപ്പോൾ ആ ലെറ്റർ കൊടുത്തപ്പം ഒരു ഫോമൽ ലെറ്ററാണ് പ്രിപ്പയർ ചെയ്തെങ്കിലും ഇവിടെ എന്ത് ചെയ്തു, ഐ ഹോപ്പ് ദിസ് മെസ്സേജ് നമ്മൾ ഇവിടെ എഴുതിയേക്ക് നിൽക്കുകയാണ് അല്ലേ. ഓരോ കാര്യം, അതായത് ഓരോ സെൻറ്റൻസിലും എന്ത് വേണം, എത്ര ഡാറ്റ വേണം, അതിനകത്ത് എന്തൊക്കെ സ്പെസിഫൈ ചെയ്യണം. നമ്മൾ ഒരു എഴുതുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാട് കയറിപ്പോവും, പല വിഷയങ്ങളും തമ്മിൽ സ്വിച്ച് ആയിപ്പോവും, ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ അവിടെ വന്നിട്ടുണ്ടാവില്ല. ഇത് നമുക്ക് കിട്ടി. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഒന്നുകൂടി കൊടുക്കുന്നു, പ്രിപ്പയർ അനദർ മെയിൽ ഇൻ ഡീറ്റെയിൽ എന്ന് ഞാൻ കൊടുത്തു. അധികം ഒന്നും കൊടുത്തില്ല, ചെറിയൊരു പ്രോംപ്റ്റാണ് ഞാൻ കൊടുത്തത്. ഇപ്പം AI എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതേ മെയിലിനകത്ത് തന്നെ കുറച്ചുകൂടി ഡാറ്റാസ് വന്നു. ആ ഡാറ്റാസ് ഇതിനകത്തേക്ക് ആഡ് ഓൺ ചെന്നിട്ട് എന്ത് ചെയ്തു, ചില കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞു, ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് കൊടുത്തു. കണ്ടോ, ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് കൊടുത്ത് കുറച്ചുകൂടി ആ ലെറ്ററിനെ സിംപ്ലിഫൈ ചെയ്തു. അതായത് കാണുന്ന ഒരു വ്യക്തിയുടെ മൈൻഡിനെ എങ്ങനെയായിരിക്കും അത് അയാളെ ബുദ്ധിമുട്ടിക്കാതെ കൊടുക്കാൻ കഴിയും. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ എഴുതാറുള്ളത്. പക്ഷേ ഈ പണിയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഇത്രയും നേരം കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാധ്യത അത്രമേൽ വലുതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ട് നമ്മുടെ PPTയിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടൊരു പോസ്റ്ററാണ് ഡിസൈൻ ചെയ്യേണ്ടത്, പക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വേറെ ആളുടെ പിക്ചേഴ്സ് ഒന്നും എടുക്കാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എയോട് തന്നെ പറയുക, ഒരു ഫോട്ടോ ക്രിയേറ്റ് ആൻ ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെ കൊടുക്കുക, എന്താണ്, ജനറേറ്റ് എ പോസ്റ്റർ with an offer of 10% on this Vishu sales in a textile shop. വളരെ കോമൺ ആയിട്ടുള്ളൊരു ജനറൽ പ്രോംപ്റ്റാണ് ഞാൻ കൊടുത്തത്. ഒരു പോസ്റ്റർ വേണം, 10% ഓഫറുണ്ട്, വിഷുവിൻ്റെ സെയിലാണ്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ നിന്ന് കൊടുത്തു. മിനിമൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പലപ്പോഴും AI ഒരുപാട് ഫ്രീഡം കൊടുക്കും, എന്ന് വെച്ചാൽ തോന്നിയ പോലെ എന്തും ചെയ്യാം.
ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസിൻ്റെ റിച്ച്നെസ് കൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു കാര്യം കിട്ടും. നമ്മൾ ഒരാളോട് യാത്ര ചോദിച്ചു അല്ലേ ഒരിടത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് കൊടുത്താൽ കൃത്യമായ ആ സ്ഥലം നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. അതല്ല ചിലപ്പോൾ ഒരാളുടെ പേരും അയാളുടെ സ്ഥലപ്പേരും മാത്രമേ അറിയുള്ളെങ്കിലോ നമ്മൾ ആ യാത്ര ഒരുപാട് തുടർന്ന് പല ആളുകളോട് ചോദിച്ച് അവിടെ എത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എഐക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കൊടുത്താൽ AI അത് കൃത്യമായിട്ട് നോക്കിയിട്ട് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റിനോട് നീതി പുലർത്തിക്കൊണ്ട് ഒരു ഡാറ്റ തരും. അപ്പോഴൊക്കെ ആണെങ്കിലും AI പറയാറുണ്ട്, ഇതിൻ്റെ താഴെ സ്ക്രീനിൽ എഴുതിയൊക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ, ChatGPT ക്യാൻ മേക്ക് മിസ്റ്റേക്സ്, ചെക്ക് ഇമ്പോർട്ടൻ്റ് ഇൻഫോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വിഷുവിൻ്റെ സെയിലിൻ്റെ ഒരു മനോഹരമായ പിക്ചർ അല്ലേ. നമ്മൾ ഒറ്റ കാര്യം കൊടുത്തുള്ളൂ, വിഷു സെയിൽ ഇൻ കേരള, അവിടെ 10% ഓഫിൻ്റെ കാര്യവും പറഞ്ഞു. വിഷുവിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും കളർ പാലറ്റും കണിക്കൊന്ന പൂവും വിളക്കും ഇതൊന്നും നമ്മളവിടെ ഡീറ്റെയിൽ ചെയ്തില്ല. പക്ഷേ AIക്ക് എന്ത് ചെയ്തു, അതിന് മനസ്സിലായി. കാരണം എന്താ, ഇതുപോലുള്ള ഒരുപാട് ആഡുകൾ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു സാധാരണ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഈ ഒരു പിക്ചർ ഉണ്ടാക്കി. ഇനി നമ്മളിവിടെ വേറെ കാര്യം ചെയ്യാൻ പോകും. എന്താണ് ഇവിടെ എഴുതി കൊടുക്കാൻ, എന്താണ്, പ്ലീസ് ജനറേറ്റ് ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ഓഫ് ദിസ് പോസ്റ്റർ. നേരത്തെ നമ്മൾ ഒരാളുടെ വെബ്സൈറ്റിൽ കണ്ട ഒരു പോസ്റ്ററാണ് നമ്മളെടുത്ത് പണിതതെങ്കിൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സാധാരണ പ്രോംപ്റ്റ് കൊടുത്ത് AI കൊണ്ടൊരു പിക്ചർ ജനറേറ്റ് ചെയ്യിച്ചു. ആ ജനറേറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഒരു പിക്ചർ ജനറേറ്റ് ആയി. ആ പിക്ചറിന് വേണ്ടി നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഈ പ്രോംപ്റ്റ് നിൽക്കാം, ഞാനോട് ഒരു ഓപ്ഷൻ മാറ്റാൻ വിട്ടുപോയി. ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യുക, തിങ്കിങ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് വേണം ഞാൻ ആ കൊടുത്ത ആ മെസ്സേജ് ഉണ്ടെന്ന് കൊടുത്ത് ഇവിടെ AIക്ക് നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ അനുസരിച്ച് അതെന്ത് ചെയ്യുന്നു, ആ പിക്ചർ, അതായത് നമ്മൾ കൊടുത്തൊരു സാധാരണ മെസ്സേജ് ആയിരുന്നു പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തല്ലേ, 3-4 വാക്കേ ഉള്ളൂ. ജനറേറ്റ് ഡീറ്റെയിൽഡ് നേരത്തെ കൊടുത്ത എന്ത് ചെയ്യും, ഇത് പോസ്റ്റർ വിത്ത് ആൻ ഓഫർ ഓഫ് 10% ഓഫ് വിഷു സെയിൽ ഇൻ ടെക്സ്റ്റൈൽ ഷോപ്പ് എന്ന് കൊടുത്തു. പക്ഷേ AI നമുക്ക് തന്ന പിക്ചർ, ആ പിക്ചറിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഓരോ കാര്യങ്ങളും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. ഇവിടെ നമുക്കറിയാം അല്ലേ, മറ്റേ ഡ്രസ്സ് കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡ്രസ് കോഡ് ഇട്ടേക്കുന്ന 2 പേര് നിൽക്കുന്നതിൻ്റെ ഒരു ഡമ്മി വെച്ചിട്ടുണ്ട്. അവിടെ ഓർണമെൻറ്റ്സ് ഉണ്ട്, പൂക്കളുണ്ട്, ഇതിൻ്റെ എല്ലാം ഓരോ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഓർത്ത് വെച്ചിട്ട് എഴുതാൻ പറ്റില്ല. സോ ഇതേ പിക്ചറിന് ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ AI എന്ത് ചെയ്തു, കണ്ടോ, ആ പിക്ചറിന് വേണ്ടിയുള്ള ഒരു വളരെ വിശദമായിട്ടുള്ളൊരു കംപ്ലീറ്റ് പ്രോംപ്റ്റ് അവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഏകദേശം ഒരു 10-300ഓളം വാക്കുകളുണ്ട് അതിനകത്ത് മൊത്തം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സെൻറ്റൻസിനെ ചേഞ്ച് ഓവർ ചെയ്തിട്ട് നമ്മളുടെ കമ്പനിയുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്ന് വേണ്ട എന്തൊക്കെയാണോ ഈ ഇൻഫർമേഷൻസ് ഈ ഫോട്ടോയിൽ ആഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ അവിടെ കൊടുക്കാൻ പറ്റും. ഇനി മനസ്സിലാക്കുക, ഇങ്ങനൊരു കാര്യം നിങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്ന് വരെ സെയിൽസ് അല്ലാതെ, അതായത് നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലാതെ ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്ത് പരിചയമില്ല. ഇത്രയും വിശദമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്തുകൊണ്ടാണ്? AIയുടെ സപ്പോർട്ട് ഒരിക്കലും നമുക്ക് മിസ്യൂസ് ചെയ്യാനല്ല, അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടേതായ സമയം കവർന്നെടുക്കാനോ അല്ല. മറിച്ച് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ജനറേറ്റ് ചെയ്യാണ്. ഇതിനെ ബിസിനസ് ആക്കുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. ഓക്കെ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ട്രെയിനിങ് പ്രോഗ്രാം ചെന്നപ്പോൾ അവരോട് നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് ഡിസൈനിങ്ങിന് ക്യാൻവയിലുള്ള ഒരു ക്ലാസ് നമ്മൾ കൊടുത്തിരുന്നു. അവരിപ്പോൾ അതൊരു മെറ്റീരിയലാക്കി വർക്ക് ചെയ്തിട്ട് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ് ആക്കി മാറ്റി. അതായത് നമുക്ക് കിട്ടുന്ന ഓരോ ആശയത്തെ AIയിലൂടെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇത് നമ്മളുടെ ബിസിനസ്സിൽ എങ്ങനെ ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോഷണൽ ടൂളായിട്ട് ഈ വിഷുവിന് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ടാസ്കുകൾ AIയെ കൊണ്ട് അങ്ങോട്ട് ചെയ്യിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് തുണി അല്ലേ, അലക്ക് കല്ലിൽ അലക്കിയിരുന്ന നമ്മൾ അവിടെ ഒരു പ്രോബ്ലം സോൾവറായിട്ട് വാഷിംഗ് മെഷീൻ വന്നപ്പോൾ എന്ത് പറ്റി, ആ വാഷിംഗ് മെഷീനിലേക്ക് തുണി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നിൽക്കണ്ട, അത് അതിൻ്റെ പണി അവിടെ ചെയ്തോളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ചില വർക്കുകൾ AIക്ക് ഇട്ട് കൊടുക്കുക, അതിൻ്റെ പണി അതവിടെ ചെന്ന് ചെയ്തോളൂ. ആ സമയത്ത് മൾട്ടി ടാസ്കിങ് ആയിട്ട് നമ്മൾ മാറുകയാണ്. നമ്മളുടെ ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള തിങ്കിങ്ങിന് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഇപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഇപ്പം ഒരു മെസ്സേജ് എല്ലാം വന്നല്ലോ. ഇവിടെ വേണ്ട ആ പടം നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിനോട് ചോദിക്കുകയാണ്, മേക്ക് എ ഡിസ്ക്രിപ്ഷൻ.
for promoting this sale in Facebook in മലയാളം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു പോസ്റ്ററിനെ എനിക്ക് ഫേസ്ബുക്കിൽ പ്രൊമോട്ട് ചെയ്യണം. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കണ്ടന്റ് നമ്മൾ എഴുതിയാൽ മാത്രം പോരാ, അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഹുക്ക് ലൈൻസ് ഉള്ള ആശയങ്ങൾ എഴുതി തയ്യാറാക്കിയ കോണ്ടന്റ് ആയിട്ട് ആ പിക്ചറിനോടൊപ്പം സെൻഡ് ചെയ്യുകയും വേണം. ഇവിടെ നമ്മളിപ്പോൾ കൊടുത്തതാണ്, ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോസ്റ്ററിനെ എങ്ങനെ ഫേസ്ബുക്കിൽ പ്രൊമോട്ട് ചെയ്യാം. അതിനു വേണ്ടി നമുക്ക് കുറേ ഇൻഫർമേഷൻസ് വേണം. നമ്മൾ കുറേ ഇരുന്ന് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാലോ നമ്മളൊരു ദിവസം തന്നെ പോകും അല്ലേ. ചിലപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ചിന്തിച്ച് എഴുതി വെക്കുന്നതിനെ ഒരു ഡിജിറ്റൽ പ്രൊഫൈലിൽ, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏതെങ്കിലും ഏറ്റെടുത്തതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം അത് തരുന്ന വിവരങ്ങളെ വെച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റിയല്ലോ. ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. ഈ വിഷുവിന് നിങ്ങളുടെ പ്രിയപ്പെട്ട വസ്ത്രങ്ങൾ ഇനി കൂടുതൽ സുന്ദരമായി വാങ്ങാം. ചില ഇത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാം, മേക്ക് ഇറ്റ് മോർ ലിറ്ററൽ. പ്രോംപ്റ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രോംപ്റ്റിങ് എങ്ങനെ ചെയ്യാം, എയുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരുപാട് കോഴ്സസുകളുണ്ട്. അത് പഠിക്കാം. അങ്ങനെ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പോയി ഒരുപാട് സമയമൊന്നും കളയണ്ട, ചെറിയ ചെറിയ കോഴ്സസ് ഒക്കെ ആയിട്ട് കിട്ടും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് വാക്കുകൾ മാറ്റാൻ കഴിയും. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വേർഡിങ്സ് മാറ്റാൻ പറഞ്ഞു. അത് കുറേ ഓപ്ഷൻസ് തരുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ കുറേ ലിമിറ്റഡ് ഇത്രയും നേരം നമ്മൾ ഡാറ്റ കൊടുത്തപ്പോൾ അത് വളരെ ഒരുപാട് കാര്യങ്ങൾ തന്നെങ്കിൽ ഇവിടെ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സുകളായിട്ട് മാത്രം ചുരുങ്ങി. എന്താ കാര്യം? കാരണം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത പിക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല. ആക്ച്വലി നമ്മൾ കണ്ടന്റ് അതിലേക്ക് കൊടുത്തിട്ടില്ല. അത് AI തന്ന ഒരു ഇമേജ് മാത്രമാണ് അല്ലേ. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ നമ്മുടെ പേരുകൾ കൊടുത്തു, ലോഗോ കൊടുത്തു, വിവരങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മളത് അപ്ലോഡ് ചെയ്തത്. ഇവിടെ അത് തന്ന വിവരങ്ങളിൽ നിന്നും ബുള്ളറ്റ് പോയിന്റ്സ് കിടന്ന് കറങ്ങുകയാണ്. കാരണം AIക്ക് നമ്മൾ ഡീറ്റെയിലിംഗ് കൊടുക്കണം. അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ത്, ഇതിന് മുകളിൽ കൊടുത്ത ഈ പ്രോംപ്റ്റ്, അതായത് വളരെ വിശദമായിട്ടുള്ള ഈ പ്രോംപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഒരു പുതിയ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. അത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ള ക്യാപ്ഷൻസ് നിങ്ങളത് പോവും. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് തരും. ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് കൂട്ടാം. എങ്ങനെ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, സ്വന്തമായിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലോ അല്ലെങ്കിൽ വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ, ഇതിലേക്ക് നിങ്ങളുടെ ആഡ് ഓൺസുകൾ കൊടുക്കുക. അവിടെ നിങ്ങളുടെ ഒരു ഗാലറിയിൽ ഒരു ആഡ് കൊടുത്തിട്ട് ഇതിനെ മാർക്കറ്റ് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം. ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്നവരുണ്ട്. ഇനി പൈസ മുടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് പേജായിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. പേജ് മീൻസ് നമ്മുടെ ഓൺലൈൻ വഴി തന്നെ. ഇപ്പം ഈ വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്ന അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് അഡ്വർടൈസിങ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. ഇനി അതല്ല മെറ്റ ആയിട്ട് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം. ഇനി ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമലായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഇത് ഓൺ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ഒരു വാട്സപ്പ് അക്കൗണ്ട് ഞാൻ ഇവിടെ വെബ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ വാട്സപ്പ് അക്കൗണ്ടിൽ നമുക്ക് കാണാം, എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് തന്നെയാണിത്. ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ താഴെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? ഇതെടുത്താൽ ഇതിനകത്ത് കുറേ ഓപ്ഷൻസുകളിലൂടെ കാണാം. ഇതാണ് ബിസിനസ് അക്കൗണ്ടാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏത് പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിന് മറ്റൊരു ഫോൺ നമ്പർ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പലപ്പോഴും ചെയ്യുക, പേഴ്സണൽ മെസ്സേജ് വെച്ചുകൊണ്ട് പലരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മളും ബിസിനസ്സും രണ്ടും രണ്ടാണ്. A എന്ന ആളാണ് നിങ്ങളെങ്കിൽ B എന്ന് പറയുന്നതാണ് ബിസിനസ്. ഇത് രണ്ടിനും രണ്ട് റെസ്പോൺസിബിലിറ്റി, രണ്ട് വ്യക്തിത്വമുള്ള കാര്യങ്ങളാണ്.
പലപ്പോഴും ആളുകൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കുക, അത് പിന്നീട് ഭാവിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ആകെ പ്രശ്നങ്ങളാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിനെ ബിസിനസ്സിൻ്റെതായ ഒരു പ്ലോട്ടിൽ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അത് നമ്മുടെ മറ്റുള്ള കീടിൻ്റെയൊക്കെ വേറെ പ്രോഗ്രാമുകൾ, സെയിൽസ് മാസ്റ്ററിയുടെ ഒക്കെ ക്ലാസ്സിൽ ഞാൻ തന്നെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ബിസിനസ്സിൻ്റെ ആ ഒരു സീരിയസ്നെസ് ഒരിക്കലും സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ഒരു ഫാമിലി മൂഡിലേക്ക് പോകും. നമ്മുടെ ഫോൺ നമ്പറിൽ ഇടുന്ന പല സ്റ്റാറ്റസുകളും എന്ത് ചെയ്തേക്കാം, അത് ബിസിനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്തേക്കാം. അതൊരു കസ്റ്റമറിനെ സംബന്ധിച്ച് അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യമായിരിക്കും. ഓക്കെ, നമുക്ക് തിരിച്ച് ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളിവിടെ കാണാം. ഇതിനകത്ത് വാട്സപ്പിൻ്റെ ബിസിനസ് അക്കൗണ്ട് ആണെങ്കിൽ മാത്രം ബിസിനസ് ടൂൾസ് എന്നതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ പേജിൽ ക്വിക്ക് റിപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ക്വിക്ക് റിപ്ലൈ എന്തിനാണ് ക്വിക്ക് റിപ്ലൈ? നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ആരെങ്കിലും മെസ്സേജ് ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ, ഒരു പുതിയ ആൾക്ക് നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഹായ് അയക്കുകയാണെങ്കിൽ അപ്പം തന്നെ മെസ്സേജ് വരും, താങ്ക് യു ഫോർ ചൂസിങ്, അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ റോയൽ അക്കൗണ്ട്സ് ആണെങ്കിൽ താങ്ക് യു ഫോർ ചൂസിങ് റോയൽ അക്കൗണ്ട്സ്, ഇപ്പം ഞങ്ങൾ അവൈലബിൾ അല്ല, വി വിൽ ബി എന്താ പറയണ്ടേ, റൈറ്റ് ബാക്ക് സൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും നമുക്ക്. ഈ മെസ്സേജ് ആക്ച്വലി ഒരു ഓട്ടോമേറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 10 പൈസ മുടക്കില്ലാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാം. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് കാണിച്ചത്. ഈ മെസ്സേജിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നമ്മൾ റിപ്ലൈ കൊടുക്കാൻ നമ്മൾ അവൈലബിൾ അല്ലെങ്കിൽ പോലും വാട്സപ്പ് അതിൻ്റെ പണി അവിടെ ചെയ്തു. ഓക്കെ, അവിടെ ഒരു ഓട്ടോമേറ്റ് ചെയ്തതിനകത്ത് ഇനിയുള്ള ഹൈലൈറ്റ് ആണ് ഞാൻ പറയുന്നത്. ഈ മെസ്സേജിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പം ഞാൻ ഈ മെസ്സേജ് എടുത്ത് ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന മെസ്സേജിനെ എനിക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം. എങ്ങനെ കസ്റ്റമൈസ് ചെയ്യണം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്ന ഒരാൾക്ക് ആ കസ്റ്റമറിന് എന്ത് മെസ്സേജ് ആണോ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അത് എന്തുകൂടെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്കൊരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരാൾ ഒരു ഹായ് അയക്കാൻ പറഞ്ഞിട്ട് ആ ഹായ് അയക്കുമ്പോൾ നിങ്ങളുടെ ഓഫർ ചെല്ലുന്ന രീതിയിൽ ഈ മെസ്സേജ് അവിടെ എഴുതി വെക്കാം. ഈ വിഷുവിന് ഞങ്ങൾ ഇന്ന ഓഫർ തരുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പേജ് പ്രൊമോട്ട് ചെയ്യണോ, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ഏതെങ്കിലും ഒരു പേജിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇനി അതല്ല, നിങ്ങളുടെ മറ്റു ഫോൺ നമ്പേഴ്സോ മറ്റ് ഇമെയിൽ ഐ ഡിയോ നിങ്ങൾക്ക് കൊടുക്കണോ? അതായത് ആ ഒരു കസ്റ്റമറിലേക്ക് സഡൻ റെസ്പോൺസ് കിട്ടുന്ന, അതിന് പറയുക കോൾ ടു ആക്ഷൻ എന്നാണ് കേട്ടോ. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതിനകത്ത് അറിയാൻ പറ്റും. കോൾ ടു ആക്ഷൻ പ്രോസസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ഹുക്ക് ലൈൻ ഇവിടെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇനി ഇത് എഴുതാൻ പറ്റുന്നില്ലെന്ന് വെച്ചോ, വിഷമിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AI-യുടെ ചാറ്റ് GPT-യോ അല്ലെങ്കിൽ നേരത്തെ ഇവിടെ ചാറ്റ് ബോക്സിൽ പറഞ്ഞ പോലെ ജെമിനായി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ചാറ്റ് GPT-യിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്ന വെച്ചിട്ട് ചാറ്റ് GPT ദ ബെസ്റ്റ് വൺ എന്നല്ല ഞാൻ പറഞ്ഞത്. ചാറ്റ് GPTയും ജെമിനായി ഒക്കെ ട്രാൻസ്ഫോമേഴ്സ് ആണ്. അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്ത് ഒരുപാട് ഇൻഫർമേഷൻസ് തരും. നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് പഠിക്കാനും അതിനോടൊപ്പം കൂടുതൽ മിങ്കിൾ ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അതുപോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, മീൻസ് പോസ്റ്റർ ഡിസൈനിങ്ങിന് ഞാൻ ഏറ്റവും ബേസിക് ആയിട്ട് ചാറ്റ് GPT ജെമിനായും പറഞ്ഞതേ ഉള്ളൂ. വേറെ ഒരുപാട് പ്രോംപ്റ്റ്, മീൻസ് ഹിക്സ്ഫീൽഡ്, VO3, മറ്റേ റൺവേ ML, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്ന നല്ല നല്ല AI ടൂളുകളാണ്. ഏറ്റവും നല്ല പ്രൊഫഷണൽ ക്വാളിറ്റിയിലുള്ള പിക്ചേഴ്സുകളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് AI ടൂളുകൾ വേറെയുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ കീഴിൽ തന്നെ അന്വേഷിക്കാം. നമുക്ക് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ അവിടെ അവൈലബിൾ ആക്കി തരും. ഇനി അതുപോലെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 2-3 മണിക്കൂർ കൊണ്ട് പഠിച്ചാൽ തീരുന്നതല്ല. ഇത് കൃത്യമായിട്ട് നമുക്ക് എൻ്റെ ഫ്രം ദ സ്ക്രാച്ച് ഇറ്റ് സെൽഫ് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ AI-യോട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചൈനയിൽ പോവുകയാണെങ്കിൽ, ചൈനയിലുള്ള ഒരാളെ നിങ്ങൾ പരിചയപ്പെടുന്നു, അയാളുടെ പേര് ചോദിച്ചതുകൊണ്ട് മാത്രം അയാളുടെ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. അതിന് നിങ്ങൾക്ക് എന്തറിയണം? ചൈനീസ് അറിയാൻ പറ്റണം. ചൈനീസ് അറിഞ്ഞെങ്കിൽ ആ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. AI അതുപോലെയാണ്, ഇതൊരു പുതിയ വ്യക്തിയാണ്. നിങ്ങൾക്ക് AI-യോട് നിങ്ങൾക്ക് എല്ലാം സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവുന്ന AI ലാംഗ്വേജ് ഏതാണ്? ഇംഗ്ലീഷിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും AI-ക്ക് മനസ്സിലാകേണ്ട ഒരു സ്ട്രക്ചറുണ്ട്. ഇത് കൃത്യമായിട്ട് പഠിച്ചെടുത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഞാൻ ഉറപ്പിച്ചു പറയാം, MSME നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഏത് വർക്കാണെങ്കിലും അതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഏതാണ്ട് ഒരു 70% വർക്കുകളും AI-യിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണെന്നുള്ളത് ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേയുടെ സെഷൻ കൊണ്ടേ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് 2 മണിക്കൂർ കൊണ്ട് വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, തിരികെ വരാം നമ്മുടെ ടോപ്പിക്കിലേക്ക്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന വാട്സപ്പിൽ നമുക്ക് ഇതുപോലുള്ളൊരു മെസ്സേജിൻ്റെ അവിടെ നമുക്ക് കൊടുക്കേണ്ട മെസ്സേജ് ഗ്രീറ്റിംഗ് മെസ്സേജ് എന്നാണ് പറയുക. ഗ്രീറ്റിംഗ് മെസ്സേജ് അവിടെ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ മെസ്സേജ് ആദ്യം പോപ്പപ്പ് ആവും. അത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യാം, ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഓഫർ കൊടുക്കണമെങ്കിൽ ഓഫർ കൊടുക്കാം. ഇതൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോലെ AI-യിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. നമ്മുടെ PPT-ലേക്ക് ഒന്ന് പോകുന്നു തിരിച്ച്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ആശയങ്ങളെ കേവലം പഠിക്കുക എന്നുള്ളതല്ല. നമ്മുടെ കേരളത്തിൽ പല രീതിയിലുള്ള പ്രൊമോഷണൽ കാര്യങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് യൂസ് കേസസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. റിയൽ ടൈം എക്സാമ്പിളുകളൊക്കെ തന്നെയാണ്. ഡിജിറ്റലൈസ്ഡ് പ്രൊമോസ് ഇന്ന് കേരളത്തിൽ അത്യധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരാളെങ്കിലും വാട്സപ്പ് ഉള്ള ഒരാൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അയാൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. കാരണം എന്താ? അത് മെറ്റയുടെ 3 പ്രോഡക്റ്റാണ്. 3 പ്രോഡക്റ്റിൽ ഒരെണ്ണം ഫേസ്ബുക്കും കൂടിയാണ്. ഇൻസ്റ്റയിൽ വരുന്ന ഓരോ ആഡുകളിലും നിങ്ങളുടെ ബിസിനസ്സിനെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരു ഡിജിറ്റലൈസ്ഡ് പ്രൊഡക്റ്റ് അഥവാ നിങ്ങളുടെ പ്രൊമോഷണൽ ആഡ് ഉറപ്പായിട്ടും ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമത് ക്വിക്ക് പ്രോഡക്റ്റ് കണ്ടന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കാര്യത്തിന് വേണ്ടി അധികം സമയം കളയാനൊന്നും ആൾക്കാർ ആരും തയ്യാറല്ല. കാരണം എല്ലാവരും ബിസിയാണ്. അവരുടെ ബിസിനസ് ആണെങ്കിൽ ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. ഇതിനൊപ്പം നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ മുന്നോട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസ്സിനെ എത്രയും വേഗത്തിൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാക്കി നമുക്ക് മാറ്റണം. ഇനി മറ്റുള്ള ചില ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. സാറേ, MSMEയിൽ AI കൊണ്ട് വല്ല ആവശ്യമുണ്ടോ? പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നമുക്ക് എന്തിനാണെന്നുള്ള ചോദ്യം. അതിന് ഇത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പം നടക്കുന്ന ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇപ്പം കാണുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കണ്ട. ഒരു കാലത്ത് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ പോലും അത് കയറി വരാൻ ഒരു 5 to 10 ഇയേഴ്സ് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഒരു 6 മാസം പോലും കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ കാര്യം, ഈ MSME ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് എല്ലാം ഒരു ഭാഗ്യപരീക്ഷണമാണ്, അല്ലേ? ഇത് വിജയിക്കുവോ, അല്ലെങ്കിൽ തുടങ്ങിയാൽ രക്ഷപ്പെടുവോ, അല്ലെങ്കിൽ കുറച്ച് നടന്ന് ഓടിച്ചു നോക്കാം, ഉണ്ടെങ്കിൽ ബാക്കി പിന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ഇവിടെയൊക്കെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ പുറകോട്ട് പോകും. അവിടെയൊക്കെ നിങ്ങൾക്ക് എഐയിലൂടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. പ്രത്യേകിച്ച് കസ്റ്റമർ ബിഹേവിയർ കണ്ടുപിടിക്കാം. നിലവിലുള്ള സെയിൽസിന്റെ ട്രെൻഡ് എന്താണ്? ഇന്നത്തെ ഡിമാൻഡിങ് പാറ്റേൺ ഏത് പാറ്റേൺ ആണ്? ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് AI ഉപയോഗിച്ചിട്ട് നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അതിനുള്ള സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി അതുപോലെ AI ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ചുറ്റി നിൽക്കുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, AI ഇന്ന് ഏതാണ്ട് എല്ലാ മേഖലകളിലേക്കും വന്നിട്ടുണ്ട്. ഓരോ മേഖലകളിലും കൃത്യമായ രീതിയിൽ അതിൻ്റെ ബിസിനസ് നേച്ചർ മനസ്സിലാക്കിക്കൊണ്ട് വലിയ അളവിൽ, അതായത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു AI സിനിമ തന്നെ വരുന്നുണ്ട്. കംപ്ലീറ്റ് AIയിൽ തന്നെ ജനറേറ്റ് ചെയ്ത 7 പേര് മാത്രം ഒരു മുറിയിലിരുന്ന് ഏകദേശം 20 ദിവസം കൊണ്ട് തയ്യാറാക്കിയൊരു മൂവിക്ക് നമ്മൾ ഇന്ന് ഈ അടുത്തിടയിലൊക്കെ ഇറങ്ങിയ വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയായിട്ട് അത്രയും ക്വാളിറ്റിയിലും പെർഫെക്ഷനിലും സൗണ്ടിങ്ങും അതിൻ്റെ മിക്സിങ് ആൻഡ് മാസ്റ്ററിങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ അളവെടുക്കാനല്ല, പകരം നമ്മുടെ ബിസിനസ്സിനകത്ത് എങ്ങനെ ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്ത് AI ബോട്ടുകൾ ഉപയോഗിക്കാൻ കഴിയും, എന്തൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനോ ഒരു പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാനോ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനോ നമുക്കറിയില്ലായിരിക്കാം. പക്ഷെ നമ്മൾ ഇന്ന് അതെല്ലാം ചെയ്യാൻ പഠിച്ചു. ഇതിവിടെ കാണാൻ കഴിഞ്ഞാൽ നമ്മൾ ആകെ മെനക്കെട്ടതോ ഒരു മണിക്കൂർ താഴെ അല്ലെങ്കിൽ 2 മണിക്കൂറിനകത്തുള്ള സമയം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി മാത്രമല്ല നമ്മൾ ഇത് ഉപയോഗിക്കുക, ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, നമ്മുടെ ബിസിനസ്സിനകത്ത് ഞാൻ പറഞ്ഞില്ല, ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിങ്ങിന്റെ കാര്യവും പോസ്റ്റർ ക്രിയേഷനും ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് രണ്ടും നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഒരു ബ്രാൻഡിങ് ആണ്. പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയും. ഇന്നത്തെ കാലത്ത് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ AI ഹെൽപ്പ് ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യും. കാരണം ലോക്കൽ ബിസിനസ്സുകളിൽ നമ്മളൊരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ നമ്മൾ ആരെ അറിയാൻ പോണില്ല. നമ്മുടെ ഒരു ചുറ്റുവട്ടത്ത് ഒരു 10 കിലോമീറ്റർ 20 കിലോമീറ്റർ മാത്രം അറിയപ്പെടുന്ന ഒരു ബിസിനസ് ആയിട്ട് മാറും. എല്ലാവരും അങ്ങനെയല്ല ചിന്തിക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പലപ്പോഴും റീജിയണലൈസ്ഡ് ബിസിനസ് അല്ലെങ്കിൽ റീജിയണലൈസ്ഡ് MSME പ്രോജക്റ്റുകളാണ് ആളുകൾ ചിന്തിക്കുക. അതിനപ്പുറത്തേക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. നമ്മുടെ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കഴിഞ്ഞുകൂടാ? നമ്മുടെ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ഇന്ത്യയിലുള്ള ഏത് സ്റ്റേറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കഴിഞ്ഞുകൂടാ? ഇനി ഈ പ്രൊഡക്റ്റിന് ഒരു ഗ്ലോബൽ റീച്ച് ഉണ്ടാക്കാൻ കഴിയുമോ? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറ്റൊരാളുടെ ഒരു നെക്സ്റ്റ് പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൻ്റെ ഒരു പ്രോബ്ലം സോൾവർ ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ ചിന്തിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റിലേക്ക് AI നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ കഴിയും. നമ്മളിപ്പോൾ കുറേ ഡെമോ നമ്മൾ ശ്രദ്ധിച്ചു, അല്ലേ? ആഡ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, പ്രോംപ്റ്റിങ്ങിൻ്റെ ഐഡിയ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടത്, ഇനി കിട്ടിയ ഒരു ഡിസൈനെ തന്നെ നമുക്ക് എങ്ങനെ റീഡിസൈൻ ചെയ്യാൻ കഴിയും, ഇനി അതുപോലെ തന്നെ ഒരു പോസ്റ്റിനെ എങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യാം, അതുപോലെ കണ്ടന്റിനെ ക്രിയേറ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയൊരു പിക്ചറിനെ നമുക്ക് തന്നെ നമ്മുടെ ഭാവനയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. അതിന് പ്രോംപ്റ്റിംഗ് മസ്റ്റായിട്ടും പഠിക്കുക. ആ പഠിച്ച പ്രോംപ്റ്റിനെ കൃത്യമായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കുക. ഇനി നമ്മൾ പറഞ്ഞ പോലെ വാട്സപ്പിന്റെ ഓട്ടോ റിപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് ഞാൻ കാണിച്ചത്. അത് കൂടാതെ അതിനകത്ത് അഡ്വാൻസ്ഡ് ലെവലുണ്ട്. അവിടെ നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്ത് ചെയ്യണം. ആദ്യമേ പേയ്മെന്റ് ചെയ്ത് ചെയ്യാനും നിങ്ങൾ ഇപ്പം നിൽക്കണ്ട. ഏറ്റവും മിനിമലായിട്ട് ചെയ്യുക. ഞാൻ പറയുന്നത് തുടക്കക്കാരായിട്ടുള്ളവരെ കുറിച്ചാണ് കേട്ടോ. ഒരുപക്ഷെ ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഈ പ്രോഗ്രാമിൽ ഉണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞത് തുടക്കക്കാരായവരെ സംബന്ധിച്ച് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകരുത്. നിങ്ങളുടെ ക്യാപിറ്റൽ വളരെ കൺസേൺ ആണ്. നിങ്ങൾ സൂക്ഷിച്ചത് കൈകാര്യം ചെയ്യുക.
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നിലവിലുണ്ടായിരിക്കുന്ന എല്ലാ ഫ്രീ മെത്തേഡുകളും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക. ഇപ്പോൾ AI ഉപയോഗിച്ച് എനിക്ക് എന്തൊക്കെ ഫ്രീ ടൂളുകൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഇപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചാറ്റ് GPT കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ അത് കൂടുതൽ ഹെൽപ്ഫുൾ ആകട്ടെ. ഇനി അതുപോലെ നിങ്ങളുടെ ബിസിനസിന്റെ മാർക്കറ്റ് എപ്പോഴും കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. മറ്റൊരാൾ ഇന്ന സെയിം ബിസിനസ് ചെയ്യുന്നുണ്ട് സാറേ, അപ്പം അതുകൊണ്ട് അതേ പാറ്റേണിൽ തന്നെ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ അത് വിജയിക്കില്ല. മലപ്പുറത്ത് ചെയ്യുന്ന ബിസിനസ് അല്ല മഞ്ചേരിയിൽ, മഞ്ചേരി ചെയ്യുന്ന ബിസിനസ് അല്ല മലപ്പുറത്ത്. ഇനി നാട്ടിൽ എവിടെ ചെന്നാലും ഓരോ ബിസിനസിന്റെയും അറ്റൻഷൻ, ആളുകളുടെ ഓഡിയൻസ് അറ്റൻഷൻ ഡിഫറെൻ്റ് ആണ്. അവർക്ക് അത് എങ്ങനെ കൊടുക്കണമെന്നുള്ളത് ഇപ്പം ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ കുലുക്ക് സർബത്ത് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു അല്ലേ? കുലുക്ക് സർബത്ത് എന്ന് പറഞ്ഞ സാധനം ട്രെൻഡിങ് ആയി കഴിഞ്ഞപ്പോൾ പല നാട്ടിലേക്ക് അത് വ്യാപിച്ചു. പാറ്റേൺ സെയിം ആണ്, പക്ഷെ അതിനകത്ത് പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നപ്പോൾ അവരുടേതായ ഒരു USP ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിന് ഡിമാൻഡ് ക്രിയേറ്റ് ആയി. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ് നിലവിലെടുത്ത് വെക്കുമ്പോൾ എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? കുട്ടികളാണോ, മുതിർന്നവരാണോ, സ്ത്രീകളാണോ, പുരുഷന്മാരാണോ, അതോ 25-30 വയസ്സിനിടയ്ക്ക് പ്രായമുള്ളവരാണോ, 50-60 ഇടയ്ക്ക് പ്രായമുള്ളവരാണോ? ഇനി 25 വയസ്സുള്ള ഒരാൾക്കുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ കൺസ്യൂമർ ആരാണ്, കസ്റ്റമർ ആരാണ് എന്ന് പറഞ്ഞാൽ അത് വാങ്ങുന്നത് ആരാണ്, ഉപയോഗിക്കുന്ന ആരാണ്? ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ബിസിനസ്സിനെ ഞാൻ എങ്ങനെയാണ് ഇനി മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്. ഇന്ന് തുടങ്ങി കുറേ ഡെസിഷൻ എടുക്കണം. അപ്പോൾ ചോദിക്കണം, സാർ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. വേണ്ട, ഇതെല്ലാം പറഞ്ഞു തരുന്ന ഓരോ ടൂളുകൾ AI നിന്ന് ഡെവലപ്ഡ് ആണ്. കാരണം നമ്മളെ അറിയാവുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് ഇൻഫർമേഷൻസ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലായിട്ട് നമ്മൾ കൊടുത്ത ഡാറ്റ മുഴുവൻ അതിൻ്റെ കയ്യിലുണ്ട്. അതിനെ വെച്ച് ഈ 2024 നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു തരാനുള്ള ബുദ്ധിയുണ്ട്. ഓർക്കുക, അതും നിർമ്മിത ബുദ്ധിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന ആശയങ്ങളെ എടുത്തു കഴിഞ്ഞിട്ട് അത് അതുപോലെ ചെയ്യുന്നതിന് പകരം നമുക്ക് അതിനകത്ത് നമ്മുടേതായ ചിന്തകളും കൂടി കൊണ്ടുവരാം. കാരണം ഒന്നും പെർഫെക്റ്റ് അല്ല, നമുക്കറിയാമല്ലോ. എങ്കിൽ തന്നെയും കുറേ ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ തരുമ്പോൾ അതിൻ്റെതായ ഒതൻസിറ്റി ഇത് തരാൻ കഴിയുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിൽ പിടിക്കുക. ഇനി അതുപോലെ ബിസിനസ്സിനെ ആണേലും നിങ്ങളുടെ സിസ്റ്റത്തിനെ ആണേലും, എന്ന് വെച്ചാൽ ബിസിനസ് സിസ്റ്റത്തെ ആണേലും ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ഓട്ടോമേറ്റ് ചെയ്യുക. ഗ്രാജുവലി ഓട്ടോമേറ്റ് ചെയ്യുക. ഒറ്റയടിക്ക് ഇതെല്ലാം കൂടി ചെയ്യാൻ നിൽക്കണ്ട. ഓരോ കാര്യവും ഓരോ പ്രോസസ്സ്. ഇപ്പം ചിലർ ആദ്യമേ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ടാലിയുടെ ERP സോഫ്റ്റ്വെയർ വാങ്ങി വെച്ചിരിക്കുക. കാരണം ബിസിനസ് കയറി കഴിഞ്ഞാൽ GSTയുടെ കാര്യങ്ങൾ കാണിക്കണം, സ്റ്റോക്ക് എത്ര വന്നു, വെളിയിലേക്ക് എത്ര പോയി, ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഡയറി എടുത്തൊന്ന് എഴുതി തുടങ്ങാതെ, അല്ലെങ്കിൽ ഓരോ ദിവസവും ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള ഫിഗറെങ്കിലും നിങ്ങൾ എഴുതാനൊരു ബുക്ക് ഉപയോഗിക്കുക, അല്ലേ? ഇനിഷ്യലി നമ്മൾ എല്ലാ അറ്റ്മോസ്റ്റ് ലെവലിൽ ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ തന്നെ അത് മെൻ്റലി ബാധിക്കും. അപ്പം വളരെ പതിയെ പതിയെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുക. ആൻഡ് ഓരോ ദിവസത്തെയും ബിസിനസ്സിനെ ട്രാക്ക് ചെയ്യാൻ കഴിയണം. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. നമുക്ക് മറ്റേ മന്ത്ലി മീറ്റിങ്ങുകളും അല്ലെങ്കിൽ മിഡിൽ മീറ്റിങ്ങും ഒക്കെയാണ് സാധാരണ. നമ്മളിപ്പം സെയിൽസിൻ്റെ ഒക്കെ മീറ്റിങ്സുകൾ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം. ഒരു മാസത്തിന്റെ 15-ാം തീയതി ആയിരിക്കും ഒരു ഹാഫ് സെയിലിനെ കുറിച്ചൊന്ന് വിലയിരുത്തുന്നത്. അതുപോലെ മന്ത് കഴിയുമ്പോൾ മന്തിന്റെ മീറ്റിംഗ് ഒക്കെ കൂടി നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കും. ഇന്ന് അതിന്റെ കാലഘട്ടം കഴിയും. ഇന്ന് ഡെയിലി നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ കഴിയും. അത് AIക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ AIയുടെ ബോട്ടുകൾ നിങ്ങൾക്കത് പറഞ്ഞു തരും. അതായത് ഇന്നത്തെ ബിസിനസ് ശരിക്കും നിങ്ങൾ ക്ലോസ് ചെയ്തത് സക്സസ് ആയിട്ടായിരുന്നോ, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് പാളിപ്പോയത്? ടൈമിംഗ് ഷെഡ്യൂൾ ചെയ്തതിനകത്ത്, അതോ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കൊറിയർ ഹാൻഡ്ലിങ്ങിനാണോ, മറ്റേ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇഷ്യൂസ് ആയിരുന്നോ, ഔട്ട്സ്റ്റാൻഡിങ് ക്ലിയർ ചെയ്യാതെ അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തതാണ് പ്രശ്നം? ഇതൊക്കെ AIക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെ ഫുള്ളി ട്രാക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ മാറണം. അത് പറഞ്ഞു തരുന്ന സംവിധാനങ്ങളുണ്ട്, അത് പഠിക്കുക. കീട് അതിനുള്ള ഒരുപാട് പ്രൊമോഷണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. കൃത്യമായിട്ട് കീടിൻ്റെ വെബ്സൈറ്റ് മറ്റുള്ളവർക്ക് ഒന്ന് ഫോളോ ചെയ്യുക. എന്നെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നു. നേരത്തെ പരിചയപ്പെടുത്തിയാണ്. പേര് ഡോൺ എന്നാണ്. കോട്ടയം സ്വദേശിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കീടിനോടൊപ്പം ഉണ്ട്. വളരെ വ്യത്യസ്തമാർന്നിരിക്കുന്ന AI പ്രോജക്റ്റുകളും AI പ്രോഗ്രാംസുകളാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേമിൽ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നു. നിങ്ങളിപ്പോൾ കേട്ട കാര്യങ്ങളോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വയറീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് മുതൽ AI ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലാത്തവർ ഇന്ന് തൊട്ട് ഉപയോഗിക്കുക. വലിയ മാറ്റത്തിൻ്റെ കാലയളവിലാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ഇത് പഠിച്ച് ചെയ്യേണ്ടതാണ്. ബിസിനസ്സിലേക്ക് പ്രത്യേകിച്ച് ചെറുകിട സംരംഭങ്ങൾ, പുതിയ മൈക്രോ സ്ഥാപനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ പല കാര്യത്തിനുമുള്ള സൊല്യൂഷൻ AIയിലുണ്ട്. പക്ഷെ അതിനെ കണ്ടെത്തുക, അത് വിലയിരുത്തിക്കൊണ്ട് എങ്ങനെ എൻ്റെ ബിസിനസ്സിലേക്ക് അത് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും
വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓരോ വളർച്ചയും കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കിക്കാണാനും അതോടൊപ്പം നിങ്ങളെടുക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണത്തിൽ പോലും കൃത്യമായ രീതിയിൽ കുറയ്ക്കണോ കൂട്ടണോ സാലറി കൂട്ടണോ കുറയ്ക്കണോ ഇതൊക്കെ തീരുമാനിക്കാൻ സഹായിക്കും. MSMEയിലേക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞു AI ഇന്ന് എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുകയും അതിനെക്കുറിച്ച് റിസർച്ചിങ് ചെയ്തുകൊണ്ട് ഓരോ പ്രോജക്റ്റുകളിലേക്ക് ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് വരാം. ഡ്രോപ്പ് ഷിപ്പിംഗ് പോലുള്ള ആശയങ്ങൾ അതിനൂതനമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് മറ്റുള്ള ആളുകളിലേക്ക് ഹൈ ലെവലിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന സ്ട്രാറ്റജീസ് ആണ് ഡ്രോപ്പ് ഷിപ്പിംഗ് പോലുള്ള പ്രോജക്റ്റിലുള്ളത്. അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ്സുകൾ, കൊമേഴ്സ് വെബ്സൈറ്റുകളായിരിക്കുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിൽ റീസെല്ലിംഗ് മെത്തേഡുകളൊക്കെ പഠിക്കാൻ കഴിയും. പഠിച്ചു ചെയ്യുന്ന ബിസിനസ്സിൽ AI കൂടി ഉപയോഗിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമയം ലാഭിക്കാൻ കഴിയും. നമുക്ക് അധികമുണ്ടാകുന്ന എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നിങ്ങളുടെ സിസ്റ്റത്തെ ഒരു മനോഹരമായ സിസ്റ്റമാക്കി മാറ്റുവാൻ AI ഇനി മുന്നോട്ട് നിങ്ങളെ സഹായിക്കട്ടെ എന്ന എല്ലാ രീതിയിലും ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ് നമുക്ക് ഒരു ഡിസ്കഷൻ ടൈമാണ്. നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാം. ഈ പ്രോഗ്രാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം അതും നിങ്ങൾക്ക് പറയാം. ഇവിടെ ഞാൻ എൻ്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നു. ഈ സ്ക്രീൻ ഒന്ന് ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ഹലോ ഹലോ യെസ് സാർ, പറയൂ. നമുക്ക് ഈ മാർക്കറ്റിംഗ് എങ്ങനെ AI ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് അതായില്ല. മാർക്കറ്റിങ്ങിന് ഇപ്പം നമ്മൾ പറഞ്ഞത് ഓൾറെഡി കോണ്ടന്റ് ക്രിയേഷൻ പ്ലസ് പോസ്റ്റേഴ്സും അതുപോലുള്ള കണ്ടന്റ് ആണല്ലോ. ഓക്കെ ഈ ഓക്കെ കണ്ടന്റിനെ നമ്മൾ മെറ്റ ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അതായത് SMM എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളെ പരിചയമുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളിൽ അവരോട് നമ്മളുടെ കോണ്ടന്റ് നമ്മൾ കൊടുക്കുക, അവരതിനെ മാർക്കറ്റ് ചെയ്ത് തരും. AI ടൂൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുത്തിട്ട് ചെയ്യണം. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ നോഷൻ എന്നൊക്കെ പറയുന്ന ചില മെത്തേഡുകളുണ്ട്. അത് ഇൻഡെപ്തിൽ പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ടൈം സാറിനൊക്കെ കളയാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഇതുപോലുള്ള ഏജൻസികളെ കോൺടാക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും പറയാം കേട്ടോ. നിങ്ങളുടെ മൈക്ക് അവിടുന്ന് ഓണാക്കി തരും. അഡ്മിൻസ്. ഹലോ ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഞാൻ യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു സംശയം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ചാറ്റ് GPTയിൽ ഈ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2-3 പോസ്റ്റ് വെച്ചു. അപ്പോൾ ഒരു 2-3 ഉണ്ടാക്കി തന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ഈ ദിവസത്തെ നിങ്ങളുടെ ഇന്നത്തെ ലിമിറ്റ് എത്തിക്കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് അടുത്ത ദിവസമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പെയ്ഡ് വെർഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ? ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഇത്ര ലിമിറ്റ് ഉണ്ടോ, അല്ല നമുക്കത് പിന്നെ അൺലിമിറ്റഡ് വേണമെങ്കിൽ പെയ്ഡ് വെർഷനിൽ പോകണോ? അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാമോ? ഓക്കെ, തീർച്ചയായിട്ടും സാറേ. ആക്ച്വലി നമുക്ക് ഇപ്പം തരുന്ന ഏതൊരു AI വെബ്സൈറ്റുകളും അങ്ങനെ തരുന്ന ഒരു ദിവസത്തേക്കുള്ള യൂസേജിന് ടോക്കണൈസേഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ ടോക്കൺസ് എന്ന് പറയും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ ആപ്പുകളും നമുക്ക് ഒരു കാലത്ത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ തരികയും അതിനുശേഷം അതിൻ്റെ റിയൽ ടൈം യൂസ് നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മളത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് പെയ്ഡ് ആക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജിയോയുടെ സിമ്മ് നമ്മൾ എടുത്ത കാലത്ത് ഫ്രീ ആയിരുന്നു. ജിയോയുടെ സിമ്മും ആ നെറ്റിൻ്റെ സ്പീഡും ഇന്ന് യൂസ് ചെയ്ത് നമ്മൾ 5G നെറ്റ്വർക്കിലേക്ക് വന്നത് അതിനൊരു കാരണം ജിയോ ആണ്. ആ സമയത്ത് അത് ഫ്രീ ആയിരുന്നെങ്കിൽ ഇന്നത് പെയ്ഡ് കസ്റ്റമർ ആയെങ്കിൽ മാത്രമേ ആ സർവീസിന് സപ്പോർട്ട് കിട്ടുള്ളൂ. AI എല്ലാ ടൂളുകളും ഫ്രീ ആണ് ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ അതിന് ടോക്കൺസ് ഉണ്ടാവും. ഒരു ദിവസം 100 ടോക്കൺ അല്ലെങ്കിൽ 300 ടോക്കൺ എന്നൊക്കെ പറഞ്ഞ ഓരോ വെബ്സൈറ്റും അവരുടെ വർക്കിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് തരും. നമ്മളത് പഠിച്ച് നമുക്കത് കൂടുതൽ യൂസ് ചെയ്യേണ്ട വന്നാൽ, ഇപ്പോൾ സാർ ഇപ്പോൾ ചോദിച്ച പോലെ, ഇപ്പോൾ സാറ് ഞാൻ ചാറ്റ് GPTയുടെ പ്രോ വെർഷൻ ഉപയോഗിക്കുന്ന ഒരാളാണ്. എനിക്ക് പക്ഷേ ആദ്യം അത് ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഞാനത് കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്കത് ഹെൽപ്ഫുള്ളായി എന്ന് കണ്ടപ്പോൾ ഞാൻ ചാറ്റ് GPTക്ക് പേയ്മെൻറ്റ് ചെയ്തു. ഓക്കെ, ഇതുപോലെ ഏത് വെബ്സൈറ്റിനും സാർ പേയ്മെൻറ്റ് ചെയ്താൽ കുറച്ചുകൂടി എന്താ പറയണ്ടേ, കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാറ് പറഞ്ഞാൽ ആ 3 പോസ്റ്റർ ഡിസൈൻ ചെയ്തതോടുകൂടി അതിൻ്റെ ലിമിറ്റ് കഴിയും. പിന്നെ ആ 4ാമത്തെ പോസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആളുകളെ സംബന്ധിച്ച് ഇതെന്താണ്, ഇതൊരു സർവീസ് മാത്രമായി പോകും അല്ലേ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇത് പഠിക്കാനാണ് അവർ ഈ ടോക്കൺസ് തരുന്നത്. വൺസ് പഠിച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. സാറ് ഏത് പോസ്റ്റർ ഡിസൈനിങ്ങിന് ഏതാ ടൂൾ ഉപയോഗിച്ചെന്ന് പറയാമോ?
പോസ്റ്റർ ഞാൻ ഈസ്റ്ററിന്റെ ഒരു പോസ്റ്റർ ഞാൻ എൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് അതൊന്ന് അല്ല ഈസ്റ്റർ അത് ഏതിലായിരുന്നു ഏതാ ചാറ്റ് ടൂൾ ജി പി ഉപയോഗിച്ചത്? ചാറ്റ് ജി പി ടി. ചാറ്റ് ജി പി ഓക്കെ ഓക്കെ ഓക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി ഇപ്പം പ്രോ വേർഷൻ നമുക്കറിയാം, ഇപ്പം 3.0 4.0 എന്നൊക്കെ പറഞ്ഞ വേർഷൻസ് ആദ്യം വന്ന സമയത്ത് അതിനകത്ത് എന്താണ് നമുക്ക് യൂസ് ഉണ്ടായിരുന്നു, അതായത് ഫ്രീ ആയിരുന്നു, എത്ര വേണേലും കണ്ടന്റ് യൂസ് ചെയ്യാം, അൺലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും അത്ര കണ്ട് ഇറവലൻ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിന് ഒരു മിനിമൽ ആയിട്ടുള്ള ഒതൻസിറ്റി അതിന് തരാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഏറ്റവും നന്നായിട്ട് കിട്ടാവുന്നതിന്റെ മാക്സിമം ഡെപ്തിൽ കാര്യങ്ങൾ, അതാണ് ഞാനിപ്പോ കാണിച്ചെന്ന കുറെ കാര്യങ്ങൾ. കാരണം അത്രയും പെർഫെക്ഷനിലെ കാര്യങ്ങൾ കിട്ടി. ഇപ്പം ഒരു കാര്യം ഞാൻ കാണിക്കാൻ ടൈം കിട്ടിയില്ല, നമുക്ക് അതിനകത്ത് മലയാളം ടൈറ്റിൽസും കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിലാണ് കാണിച്ചത്, പക്ഷെ മലയാളം ടൈറ്റിൽസും അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. പ്രോയുടെ ഓക്കെ. അതിന്റെ ചാർജ് എത്രയാണ് സാറേ ഈ പ്രോ എടുക്കണമെങ്കിൽ? പ്രോയുടെ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നേരിട്ട് കാണിച്ചു തരാം. ഇതിനകത്ത് ഒരു സെക്കൻഡ്. വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാർ, ഇതിന് ഈ എ ഐ കുറച്ചൊരു ഡീറ്റെയിൽ പഠിക്കണമെങ്കിൽ ഈ ഇപ്പോൾ സാറിന്റെ ഇതിൽ ഏതെങ്കിലും കോഴ്സുകളോ കാര്യങ്ങളോ നടത്തുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്യാം. ഞാൻ നേരത്തെ നമ്പർ ആ തന്നല്ലോ. നമ്പറിൽ വിളിക്കാം, ഞാൻ അതെ നമ്പറിൽ അതെ. വിളിക്കാം. ഓക്കെ ആയിക്കോട്ടെ. ഞാൻ ജസ്റ്റ് സാറ് പറഞ്ഞ കാര്യം ഒന്ന് കാണിക്കാം, എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. സാറ് ചോദിച്ചാൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ചാറ്റ് ജി പി ടിയുടെ പ്ലാൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിലവിൽ അവരുടെ പേജിൽ തന്നെ കാണാവുന്ന ഒരു പ്ലാനാണ് കാണുന്നത്. ഏറ്റവും ചെറിയ പ്ലാൻ 300 രൂപയുടെ 399 രൂപയുടെ ഒരു പ്ലാൻ ഉണ്ട്. അത് മന്ത്ലി യൂസിനുള്ളതാണ്. പിന്നെ മന്ത്ലി യൂസ് തന്നെ 1999 പ്ലാൻ ഉണ്ട്, അതായത് 2000 രൂപ. പ്രോ വേർഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 10,699 രൂപ. അത് GST കൂടി ഉള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം, നമ്മൾ സാധാരണ ഒരു ഗോ എന്ന് പറഞ്ഞ പ്ലാൻ എടുത്താൽ തന്നെ നമുക്ക് അതിനും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളെ കിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു 10x പ്രൊഡക്ടിവിറ്റിയാണ് പ്രോ വേർഷനിലേക്ക് വരുമ്പോൾ കിട്ടുക. അതിനകത്ത് ഒരുപാട് മോഡലുകൾ യൂസ് ചെയ്യുന്നു. മോഡലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ GPT-യിൽ ഉപയോഗിക്കുന്ന പല സപ്പോർട്ടിങ് സോഴ്സസിനാണ് മോഡൽസ് എന്ന് പറയുക. അതിൻ്റെ പലതിൻ്റെയും സപ്പോർട്ട് കിട്ടും. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ കൊടുത്തപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻസിനേക്കാൾ ഡെപ്ത് ഉള്ള റിസർച്ചാണ് ഈ പറയുന്ന 10,000-ന്റെ പാക്കിൽ നടക്കുക. നമ്മൾ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പൈസ മുടക്കി നിങ്ങൾ എടുക്കേണ്ട. ഏറ്റവും മിനിമലായിട്ട് ഈ ഗോ ഉപയോഗിച്ച് തുടങ്ങും. ഇപ്പം സാറിപ്പം പറ്റിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് അതിനകത്ത് അഡ്വാൻസ് ആയി സാറ്, അല്ലേ? കാരണം 3 ക്രിയേറ്റ് ചെയ്തിട്ട് ആ 4-മത്തേലേക്ക് പോകാനുള്ള ആ ക്യൂരിയോസിറ്റിയിലാണ് ഇപ്പം അവിടെ തീർന്നു പോയത്. അപ്പോൾ എന്ത് ചെയ്യുക, ഏറ്റവും മിനിമലായിട്ട് ഇപ്പോൾ ഈ ഒരു പ്ലാനിലേക്ക് വേണേൽ മാറാം. ഗോ എന്ന് പറയുന്ന പ്ലാൻ ഒരു 400 രൂപ മുടക്കി അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്താണെന്ന് അറിയാൻ വേണ്ടി. ഞാനിപ്പോൾ ഈ ഒരു പ്ലാൻ ഇന്ന് മോർണിംഗ് ഒന്ന് പർച്ചേസ് ചെയ്തത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി. അപ്പം നമുക്ക് ആ മിനിമം ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാണിക്കാം. ഇനി അതുപോലെ ബിസിനസ് പർപ്പസിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പിന്നെയും മാറും. ഓക്കെ, അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് ഓരോന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു. യെസ് സർ. സാർ നമസ്കാരം. നമസ്കാരം. സാറേ, ഇപ്പോൾ നമുക്ക് കണ്ടൻസിനകത്ത് നമ്മളിപ്പോൾ ഓരോ ട്രെയിനിങ്ങിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഇത് കൂടുതലായിട്ട് ഡെപ്തായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ മോർ ദാൻ 2 days or 3 days നമുക്ക് വേണ്ടി വരുന്നുണ്ട്. കിഡിൻ്റെ 1-2 പ്രോഗ്രാമിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫേസ്ബുക്കിനകത്ത് ഒരു ആഡ്, മെറ്റ ആഡ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആഡ്, അതിന് മാത്രം നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് ഒരു ക്ലാസ് അനുവദിക്കുവാനോ അല്ലെങ്കിൽ അത് എക്സ്പ്ലനേഷൻ ചെയ്യാനോ സാധിക്കുമോ? തീർച്ചയായിട്ടും. അങ്ങനെയുള്ള പ്രോജക്റ്റ് KD ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ചെയ്യും. അത് ഓൾറെഡി അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇതുവരെ നമുക്ക് മൊത്തത്തിലൊരു പേരായിരുന്നു AI, ബിസിനസ് ഓഫ് AI. നമ്മളല്ലെങ്കിൽ കോമൺ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇന്ന് നമ്മളൊരു ഹെഡ് കൊടുത്ത് നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു ബേസിക് ടച്ചപ്പ് മാത്രമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു അവയർനെസ് ആയി. ബട്ട് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാർ ഇപ്പോൾ പറഞ്ഞ വാട്സപ്പ് ബിസിനസ്, അതിന് മാത്രമായിട്ടൊരു കോഴ്സ്, അല്ലാതെ ഫേസ്ബുക്കിനോ അല്ലെങ്കിൽ ഇൻസ്റ്റയ്ക്കോ മെറ്റോ അങ്ങനെ സെപ്പറേറ്റ് തരുവാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എല്ലാവർക്കും നമുക്ക് ട്രെയിൻ ചെയ്ത് നോക്കുവാനും എക്സ്പ്ലനേഷൻ ചെയ്ത് പോകാനും നമുക്ക് കൂടുതലായിട്ട് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു. അതിനുള്ള സംവിധാനം എല്ലാം നിലവിലുണ്ടോ? തീർച്ചയായിട്ടും സാറേ, നമ്മുടെ കേഡിൻ്റെ അഡ്മിൻസ് ഗ്രൂപ്പിലുണ്ട്, നമ്മുടെ ഈ പ്രോഗ്രാമിലുണ്ട്. അവർ പ്രത്യേകം നോട്ട് ചെയ്യും. അതിനെക്കുറിച്ച് അവർ വിശദമായിട്ട് പറയും ഈ പ്രോഗ്രാമിന് ശേഷം. നമുക്ക് കേഡിൻ്റെ പ്രോഗ്രാമിൽ റെസിഡൻഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട്, 2 day പ്രോഗ്രാംസുകളെ 1 day പ്രോഗ്രാം ഒക്കെ നടക്കാറുണ്ട്. അതിനകത്തൊരു ടോപ്പിക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന ട്രെയിനിങ്ങുകളാണ് കൂടുതൽ കൊടുക്കുക. വർക്ക്ഷോപ്പ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന പ്രോഗ്രാമിനാണ് നമ്മളവിടെ താമസിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. 2-3 ദിവസം പ്രോഗ്രാംസുകൾ ഉണ്ടാവും. അതിനകത്ത് ഇപ്പോൾ സാറ് പറഞ്ഞത് നല്ലൊരു പോയിന്റാണ്. കാരണം
ഒരു കാര്യം ഇൻ ഡെപ്തിൽ പഠിച്ചുകൊണ്ടേ കാര്യമുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് 2 മണിക്കൂർ കൊണ്ട് ഒരു ഓവറോൾ അവയർനെസ് മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഒരു 20 സെക്ഷൻസ് ആയിട്ട് നമ്മൾ AI ഫോർ ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സിന് ഗുണം ചെയ്യുന്ന AI ആ ടീച്ചേഴ്സ് മാത്രം കേട്ടാൽ മതി. അതുപോലെ ഫോർ സ്റ്റുഡൻസ് എന്നുള്ളത് സ്റ്റുഡൻസിന് വേണ്ടിയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ മീഡിയ ക്രിയേഷൻ ചെയ്യുന്നവരുണ്ട്, ടെക്സ്റ്റൈൽസ് ഉള്ളവരുണ്ട്, ഓഫീസ് അക്കൗണ്ടിങ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ സോഷ്യൽ മീഡിയ ഓട്ടോമേഷൻ ചെയ്തവരുണ്ട്. ഇത് ഓരോന്നിനും ഓരോ രീതിയിലാണ് AI ഉപയോഗിക്കുക. അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പാക്കേജസ് വരും. ആ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ കീഴിൽ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങളത് വെബ്സൈറ്റിൽ നോക്കുക. എന്തായാലും സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ടീച്ചേഴ്സിനുള്ള ഏറ്റവും വലിയൊരു ആവശ്യം പിറ്റേ ദിവസത്തേക്കുള്ള ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ലെക്ചർ നോട്ട് നമുക്കറിയാം, ഒരു PPT പ്രസൻറ്റേഷന് വേണ്ടി 45 മിനിറ്റുള്ള ഒരു പ്രസൻറ്റേഷൻ, അതായത് ഒരു ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്ത് പിറ്റേ ദിവസം ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ PPT ഉപയോഗിച്ച് അവതരിപ്പിക്കാൻ അവർക്ക് ഏകദേശം, എനിക്ക് അറിവ് കിട്ടിയത് ഏകദേശം ഒരു 3 മണിക്കൂർ പെർ ഡേ അവർ ചിലവഴിക്കണം. അതായത് അവരുടെ ഫാമിലിയോടൊപ്പം ചിലവഴിക്കേണ്ട 3.5 മണിക്കൂറിൻ്റെ അതേ കാര്യം ലൈവ് ഡെമോയിൽ 7 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്ത് കാണിക്കും. സീ ദ ഡിഫറൻസ്. അതായത് ഈ 3 മണിക്കൂറിനകത്ത് നിന്നും 7 മിനിറ്റിലേക്ക് ചുരുങ്ങിയാൽ ഡെഫിനറ്റ്ലി ഒരു ദിവസം ആ 2.5 മണിക്കൂറെ ഇൻറ്റു 30 ദിവസം കൂട്ടിയാൽ അവർ ഫാമിലിയോടൊപ്പമുള്ള പ്രൊഡക്റ്റീവ് ടൈമാണ് അവർക്ക് തിരിച്ച് കിട്ടുക. അതുപോലെ അവരുടെ ടീച്ചിങ് സ്കില്ല് അപ്സ്കിൽ ചെയ്യാനുള്ള അവസരം കൂടി അതിനകത്ത് കിട്ടും. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ AI ഓരോരോ മേഖലകളിൽ എങ്ങനെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള പ്രോഗ്രാംസുകൾ ഈ വർഷം കീഡിൻ്റെ പ്രോഗ്രാമിലുണ്ടാവും. അതിനെക്കുറിച്ച് അവർ പറയും കേട്ടോ. തീർച്ചയായിട്ടും താങ്ക് യു സാർ. യാ അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 hours നമ്മുടെ ലൊക്കേഷനിൽ ഇന്ന് തന്നെ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റി. അതുപോലത്തെ വർക്ക്ഷോപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. സപ്പോസ് താമസിച്ച് നമുക്ക് വന്ന് അവിടെ ട്രെയിൻ ചെയ്യുമ്പം ബിസിനസ്സിനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി വരും. ഫ്രഷായിട്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് ചിലപ്പം ടൈമിംഗ് വെച്ച് നമുക്ക് 1 week അല്ലെങ്കിൽ 2 days നമുക്ക് സ്പെൻഡ് ചെയ്യാം, വർക്കിംഗ് ഡേയ്സ്. ഓൾമോസ്റ്റ് നമുക്ക് വരുന്ന ട്രെയിനിങ് ഒക്കെ വർക്കിംഗ് ഡേയ്സിലാണ് വരുന്നത്. ഒരു സാറ്റർഡേ ആൻഡ് സൺഡേ എന്നുള്ളത് പോലെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ ഫൈൻ. അത് കീട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചിന്തിക്കും, വിലയിരുത്തിയതിന് ശേഷം അറിയിക്കും കേട്ടോ. ഞാനിത് താങ്ക് യു സർ. ഞങ്ങൾക്കൊരു താങ്ക് യു. AI അക്കാഡമിക്സ് എനിക്കുണ്ട്. അക്കാഡമിക്സിൽ നമ്മൾ ഇതുപോലെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഒരു 20ഓളം ടോപ്പിക്സ്. പക്ഷേ അതിനെ പോലുള്ളത് കീടിൻ്റെ അണ്ടറിൽ നമുക്ക് വരുമ്പം അറ്റൻഡ് ചെയ്യാം. സാർ പറഞ്ഞാൽ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അത്രയും ദിവസം മാറി നിൽക്കുന്നത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിൽ പിടിക്കേണ്ട ഒരു കാര്യം, ഓൺലൈനിൽ ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓഡിയൻസ് അറ്റൻഷൻ നമുക്ക് മൊത്തത്തിൽ കിട്ടില്ല, കുറേ പേര് ഡിസ്ട്രാക്റ്റഡ് ആവും. ഇനി അതുപോലെ യെസ് യെസ്. ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ ചിലർ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്യാവശ്യം ഡീറ്റെയിലിംഗ് ആയിട്ട് കാണാൻ പറ്റില്ല. ലാപ്ടോപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, വീട്ടിലൊക്കെ എല്ലാവരും ഫാമിലിയോടൊപ്പം ഇരിക്കുമ്പോൾ ആ ഒരു അറ്റൻഷൻ കുറയും. രണ്ടാമത്തെ സംഗതി, അറ്റ് എ ടൈം ഒരു ലൈവ് ഇൻട്രാക്ഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും ലേറ്റ് ആവും ടൈം പിന്നെ. പക്ഷേ ഫിസിക്കലി നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു ഓഡിയൻസ് അറ്റൻഷൻ കുറച്ചുകൂടി ഇപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു, ആരോ ഒരാൾ ആ ഓഡിയൻസിലുണ്ട്, നമുക്ക് മനസ്സിലാവുമല്ലോ അവർക്ക് എന്തോ പ്രശ്നമുണ്ടെങ്കിൽ റിയൽ ടൈമിൽ അവർക്ക് ചോദിക്കാൻ പറ്റും. അപ്പം ഓൺലൈൻ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇൻ ബിറ്റ്വീൻ നമുക്ക് ഫിസിക്കൽ സെഷൻ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് ഞാൻ ഒന്ന് പറയുകയായിരുന്നു. ഓക്കെ, താങ്ക് യു. യെസ്, ഫിസിക്കൽ ടൈംസ് നമുക്ക് സാറ്റർഡേ ആൻഡ് സൺഡേ അറേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബിസിനസ് റൺ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും സർ. ഓക്കെ ഫൈൻ നോട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ഒരു 3 days ആയിട്ട് ഞാൻ കാലിക്കറ്റിലായിരുന്നു, എൻ്റെ ത്രോട്ട് പോയിരിക്കുകയാണ്. എന്നാലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. താങ്ക് യു സർ. യാ ഓക്കെ. ഇനി സാറേ ഒരു ഡൗട്ട് ഉള്ളത്, യെസ് ഈ AI വീഡിയോ കണ്ടന്റുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ChatGPT തന്നെയാണോ, അതിന്റെ പ്രൊവേഷനിലാണോ, അതോ മറ്റുള്ള ഇതിൽ കൂടെയാണോ ചെയ്യുന്നത്? ആക്ച്വലി ChatGPT വീഡിയോ കോണ്ടന്റ് ക്രിയേഷൻ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ടു വീഡിയോ ജനറേഷൻ ഉണ്ട്, ഇമേജ് ടു വീഡിയോ ജനറേഷൻ ഉണ്ട്, വീഡിയോ ടു വീഡിയോ ജനറേഷൻ ഉണ്ട്. ഇത് ഓരോന്നും ചെയ്യുന്നതിനും ഓരോ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന, അതായത് അതിനുവേണ്ടി മാത്രമുള്ള വെബ്സൈറ്റുകളുണ്ട്. ഒന്ന് VO3 ആണ് ഗൂഗിളിൻ്റെ. 2 ഞാൻ നേരത്തെ പറഞ്ഞ റൺവേ ML എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അസാധ്യമായ പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ കിട്ടുന്ന വെബ്സൈറ്റ്. പിന്നെ ഹിക്സ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയൊരെണ്ണം വന്നിട്ടുണ്ട്. പിന്നെ സോളൻസ് എന്ന് പറഞ്ഞ വേറൊരെണ്ണമുണ്ട്. അതായത് ഓരോ വെബ്സൈറ്റുകളുടെയും വർക്കിംഗ് പാറ്റേൺ സെയിം ആണ്. നമുക്ക് അതിൽ ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടുതൽ നോക്കും. ഇപ്പം നമുക്കറിയാമല്ലോ, വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഇപ്പം മീഡിയ എഡിറ്റിംഗ് അല്ലെങ്കിൽ മീഡിയ പ്രൊഡക്ഷൻ വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരുപാട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഇപ്പം ഞാൻ പേരുകൾ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈനൽ കട്ട് പ്രോ എന്ന് പറയും, അതുപോലെ ഇലിസ്ട്രേറ്റർ, സോറി മറ്റേ പ്രീമിയർ പ്രോ, ഡാവിഞ്ചി റിസോൾവർ, ഇതൊക്കെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ മിനിമൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളും ഉണ്ട്, ലൈക്ക് ക്യാപ് കട്ട്, VN,
ഇതെല്ലാം ഒരേ കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ ഓരോന്നിൻ്റെയും കോംപ്ലക്സിറ്റിയും അതുപോലെ വർക്ക് ഫ്ലോയും ഓരോ സോഫ്റ്റ്വെയറിൻ്റെയും പ്രത്യേകത അനുസരിച്ച് മാറും. കസ്റ്റമറാണ് തീരുമാനിക്കുന്നത് ഇതിൽ ഏത് വേണമെന്ന്, അല്ലേ? എന്നതുപോലെ AI ഒരുപാട് വെബ്സൈറ്റുകൾ ഇതുപോലെ പെർഫെക്ഷൻ കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ട് വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട്. അത് ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ജെമിനിയും ChatGPT ഞാൻ പ്രിഫർ ചെയ്യില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതിൻ്റെ പർപ്പസ് അതല്ല. അതിനകത്ത് അതും ഓക്കെ. ചെയ്യാം എന്നേ ഉള്ളൂ, പിടികിട്ടിയോ? അതും ചെയ്യാം അതിനകത്ത്. പക്ഷേ അതിനുവേണ്ടി തന്നെ ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്ന ഒരുപാട് AI ടൂൾസുകളുണ്ട്. ജസ്റ്റ് നെറ്റിലോ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ സെഷൻസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഞാൻ നേരത്തെ ഫോൺ നമ്പർ കാണിച്ച് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഓക്കെ. വിചാരിക്കുന്നു. ഓക്കെ സാർ. ഓക്കെ. പേഴ്സണലി കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. താങ്ക് യു. ഒന്ന് സ്പീഡപ്പ് ആക്കാം, എല്ലാവർക്കും സംസാരിക്കാം. പറ്റുന്നവർ പെട്ടെന്ന് ഒന്ന് പറയുകയാണെങ്കിൽ വലിയ ഉപകാരമാണ്. നമുക്ക് ടൈം ഒന്ന് സ്പീഡപ്പ് ആക്കാം കേട്ടോ. ഹലോ സാർ. യെസ് മാഡം, പറയൂ. സാർ, ആദ്യം തന്നെ ഞാൻ ഈ സാറിന്റെ ക്ലാസ് ഇവിടെ വഹിച്ച കീടിനും ഇതെടുത്ത സാറിന് ഞാൻ ആദ്യം നന്ദി പറയട്ടെ. കാരണം ഈ പറഞ്ഞ പോലെ ചെറിയൊരു സംരംഭമാണ് എൻ്റെത്. ഇതുവരെ ഞാൻ ഈ ഫേസ്ബുക്ക് പേജ് അതൊന്നും ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ പരമാവധി ഞാൻ എഴുതിയും ഒക്കെ വച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യും. ഓക്കെ മാഡം, താങ്ക് യു. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഡൗട്ട്സ് എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്കെന്നാ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും കീടിന്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. തുടർന്നുള്ള ഓൺലൈൻ വെബിനാർ സെക്ഷൻസ് ആയാലും അല്ലാത്ത ഫിസിക്കലായിട്ടുള്ള ക്ലാസിന്റെ സെക്ഷൻസ് ആയാലും നമ്മൾ ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും അതിൽ ആക്റ്റീവായിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. സാറേ, ഇതേ ഗ്രൂപ്പിൽ തന്നെയാണോ അപ്ഡേഷൻ വരിക? അതെ അതെ. ഡൗട്ടെല്ലാം ക്ലിയർ ആയല്ലോ എല്ലാവരുടെയും? നമ്മുടെ ക്ലാസ് എടുത്ത ഡോൺ സാറിന് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. തുടർന്നും വേറെ സെക്ഷനിൽ സാറ് ക്ലാസ് എടുക്കാനായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ഡോൺ സാർ. താങ്ക് യു വെരി മച്ച്. യെസ് സർ, താങ്ക് യു. താങ്ക് യു ഓൾ.